Good morning, everyone. Welcome to Attendant 24/7 Malayalam channel. This is Hindu Sebastian. Good morning and welcome to the Hindu Editorial session, special Pongal session today. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം, വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു എഡിറ്റോറിയലാണ്. 13th ഞാൻ ഇപ്പോഴും പഴയ ഇതിലാണ്, ഡിസംബറിലാണെന്ന്. 13th January 2022 ഇന്നത്തെ സ്പെഷ്യൽ പൊങ്കൽ സ്പെഷ്യൽ ആണ് കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങളോട്, ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ ഗിഫ്റ്റ് തരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൂടി. അപ്പോൾ നിങ്ങൾക്കറിയാം ഓഫ്ലൈനേക്കാളും ഓൺലൈൻ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഞാൻ നിങ്ങളോട് എന്നും പറയുന്ന പോലെ സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1000+ വൊക്കാബിന് ഒരു സിംഗിൾ PDF നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ 200 പേജിൽ അധികമുള്ള ഒരു PDF നിങ്ങൾക്ക് തരികയാണ്. ഹിന്ദു എഡിറ്റോറിയൽ മാത്രം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് വൊക്കാബ്സ്, സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൂടാതെ നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ് എല്ലാം കൂടെ കൂടിയ ഒരു വൊക്കാബാണ് ഇത് നിങ്ങൾക്ക് തരാം. വൊക്കാബിൻ്റെ PDF ആണ് തരാൻ പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് എ വൊക്കാബ് ബുക്ക് ചെയ്യും. ഓക്കെ, അതെൻ്റെ ഒരു ഗിഫ്റ്റാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ 24/7 ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക്. അപ്പോൾ ടുഡേ വിൽ ഡിസ്കസ് ദി ആൻഡ് അനലൈസ് ദി ആർട്ടിക്കിൾ. ഇന്നത്തെ ആർട്ടിക്കിളിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഇംഗ്ലീഷ് വൊക്കാബ്സ് നോക്കാം, ഗ്രാമർ സ്ട്രക്ചേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെയിലി സെഷൻ മോർണിംഗ് 9 AM to 10 AM മൺഡേ ടു ഫ്രൈഡേസിലാണ് നമ്മുടെ ക്ലാസ്സുകളുള്ളത്. അതുപോലെ നമ്മുടെ സെഷൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾ ജസ്റ്റ് ഏതൊക്കെ ആർട്ടിക്കിളാണെന്ന് പറഞ്ഞു വിടും. എന്നിട്ട് നമ്മൾ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് നോക്കും. അതുപോലെ തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കും. വൺ വേർഡ്സ് ഉള്ളപ്പോൾ വൺ വേർഡ്സ് ഒക്കെ നോക്കാറുണ്ട് നമ്മൾ. അതുപോലെ നമ്മൾ നേരെ പോകുന്നു ആർട്ടിക്കിൾ ഓഫ് ദി ഡേയിലേക്ക്. അത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു, ടോൺ ഓഫ് ദി ആർട്ടിക്കിൾ നോക്കുന്നു, എന്നിട്ട് നമ്മുടെ അതിലെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് നോക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. അത് കഴിയുമ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ ഹോംവർക്ക് ഉണ്ട്. സ്പോട്ട് ദ ക്വസ്റ്റ്യൻ നോക്കാം. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്പോട്ട് ദറിലെ നെക്സ്റ്റ് നാളത്തേക്കുള്ള ഹോംവർക്ക് കൂടെ തന്നു വിടാം. ഓക്കെ, അതായത് ഇന്നത്തെ ഹോംവർക്ക് തരാം. ആൻഡ് നമ്മുടെ ഡെയിലി സെഷൻ്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ, നിങ്ങൾക്ക് റീഡിംഗ് എബിലിറ്റി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കോംപ്രഹെൻസീവ് സ്കിൽസ് കൂട്ടാൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് സ്പീക്കിംഗ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണോ ഇംഗ്ലീഷിൻ്റെ എങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ സെഷൻ ഹെൽപ്ഫുൾ ആവും. അതുപോലെ റൈറ്റിംഗ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. ഡെയിലി നിങ്ങൾ ഓരോ കാര്യം റൈറ്റിംഗ് സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ, ഗ്രാമർ സ്ട്രക്ചേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്കറിയാം റൈറ്റിംഗ് ആണെങ്കിൽ കോമ്പറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റെക്കറൻറ്റ് പ്രോസസ്സാണ്, റിപ്പറ്റേറ്റീവ് പ്രോസസ്സാണ്. അത് പഠിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വിചാരിക്കുന്നത്ര ഒരു വർത്ത് ആവുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഗ്രാമർ സ്ട്രക്ചേഴ്സ് മാത്രമല്ല വൊക്കാബ്സും പഠിച്ച് എൻട്രി ചെയ്യാം. റിപ്പറ്റേറ്റീവായിട്ട് സെയിം വൊക്കാബ്സ് ഏറെക്കുറെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ സെറ്റ് ആവും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കുന്നില്ല, എല്ലാവർക്കും വെൽക്കം ആൻഡ് ഹാപ്പി മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പയ്യെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിലെ 13-ാം തീയതിയുടെ സെഷനിലെ ഇംഗ്ലീഷ് വൊക്കാബ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ അതുപോലോടെ നിങ്ങളുടെ ഈ ഫ്രീ ഗിഫ്റ്റും നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഇന്ന് നമുക്ക് പൊങ്കൽ സ്പെഷ്യലായിട്ട്, മകരസംക്രാന്തി സ്പെഷ്യലായിട്ട് നമുക്ക് ഡബിൾ വാലിഡിറ്റി ഓഫറും ഉണ്ട്. മഹാപാക്കിനും ടെസ്റ്റ് പാക്കിനും ഓൾറെഡി നമുക്ക് 17% ഡിസ്കൗണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും, ടെസ്റ്റ് സീരീസിനും, ബുക്സിനും ഒക്കെ ഉണ്ട് അല്ലെ. എല്ലാ പ്രൊഡക്ട്സിനും 17% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യത്തിലുള്ള 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ പോയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ada247.com എന്ന വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ iOS യൂസേഴ്സിന് ആപ്പിലൂടെ കിട്ടില്ല, ബിക്കോസ് പ്ലേ സ്റ്റോറിലാണ് നമ്മുടെ ആപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഡബിൾ വാലിഡിറ്റിക്ക് വേണ്ടി മഹാപാക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഹാപാക്ക് എടുത്തോളൂ. ബിക്കോസ് നമുക്ക് ഡബിൾ വാലിഡിറ്റി ഓഫറിൽ മഹാപാക്ക് കിട്ടും. അതായത് 1 വർഷത്തെ അല്ല, നിങ്ങൾക്ക് 2 വർഷത്തേക്ക് ആ കോഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. മഹാപാക്കുകളുടെ പ്രത്യേകത, ഏതൊക്കെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്താൽ, പ്രീമിയം കോഴ്സുകൾ ഒഴിച്ച് ബാക്കി ഏത് കോഴ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്താലും അത് നിങ്ങൾക്ക് നമ്മുടെ 1 വർഷത്തേക്ക്, ഇനിയിപ്പോൾ 2 വർഷത്തെ വാലിഡിറ്റി ആണ്, 2 വർഷത്തേക്ക് നമ്മൾ ഏത് കോഴ്സ് ലോഞ്ച് ചെയ്താലും നിങ്ങളതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. ബിക്കോസ് നിങ്ങളുടെ അക്കൗണ്ടിൽ അതുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. ടെസ്റ്റ് പാക്കുകളും ടെസ്റ്റ് സീരീസുകളും അങ്ങനെ തന്നെയാണ്. ഡബിൾ വാലിഡിറ്റി ഓഫർ ഉള്ളപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങളുടെ അതിൽ 6 മാസത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തേക്ക്, 1 വർഷത്തെ ആണെങ്കിൽ 2 വർഷത്തേക്ക് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ മിഷൻ ഹൈക്കോർട്ടിൻ്റെ 50 days പ്രിപ്പറേഷൻ ബാച്ച് റണ്ണിങ് ആണ്. 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്താണ്. 1.5 മണിക്കൂർ ക്ലാസ്സുകളുണ്ട്. നന്നായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. കൂടാതെ RRC ഗ്രൂപ്പ് ഡിയുടെ, റെയിൽവേ റിക്രൂട്ട്മെന്റ് കോർപ്പറേഷന്റെ ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ 50 day ക്രാഷ് കോഴ്സ് നടക്കുകയാണ്. ഡിസംബർ 31 തുടങ്ങിയതാണ്. 3 ക്ലാസ്സുകൾ, 1.5 മണിക്കൂർ ക്ലാസ്സുകൾ സെയിം രീതിയിൽ പോകുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇനിയും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഇത് ക്രാഷ് കോഴ്സ്.
അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിന്റെ കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ് നാളെ അതായത് വെള്ളിയാഴ്ച നമ്മൾ ആരംഭിക്കുകയാണ്. അതുപോലെ നാളെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം, നിങ്ങൾക്ക് അതിനുള്ള സ്ട്രാറ്റജി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഒരു ഐഡിയ കിട്ടും. അതിനുവേണ്ടിയാണ് ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ടൊരു ഉച്ചയ്ക്ക് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യുക വെബിനാറിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്തവർക്കൊക്കെ നാളെ നമ്മൾ ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ക്ലാസ്സാണുള്ളത്. 1 മണിക്കൂറിൻ്റെ 2 ക്ലാസ്സിൽ 11:30 മുതൽ 12:30 വരെ, 5 മണി മുതൽ 6 മണി വരെ. അതുപോലെ തന്നെ നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ കോഴ്സുകൾ ആരംഭിച്ചു 10-ാം തീയതി. അപ്പോൾ VFA, ബെവറേജ് LD, മുനിസിപ്പൽ കോമൺസ് LDക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ധൈര്യമായിട്ട് നമ്മുടെ ജോയിൻ ചെയ്യാം. ഏപ്രിൽ മെയ് മാസമൊക്കെ ആയിരിക്കും എക്സാം വരാൻ പോകുന്നത്. ഓക്കെ, കൂടാതെ ഡിഗ്രി മെയിൻസിന്റെ കോഴ്സ് ഉടനെ വരും കേട്ടോ. കാര്യം നിങ്ങൾക്ക് അറിയാം, നമ്മൾ സിലബസ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തായിരുന്നു. അപ്പം നമുക്കതിന് പഠിച്ചു തുടങ്ങണം സമയമില്ല ഇനി, അല്ലേ? അതുപോലെ കേസിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷേ ഡിഗ്രി മെയിൻസിന്റെ സിലബസ് നിങ്ങൾ കണ്ട സ്ഥിതിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. KS നല്ലൊരു ഓപ്ഷനാണ്. KSൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. KS ആണ് എന്തായാലും ബ്രോഡർ രീതിയിൽ പഠിക്കണം. ദെൻ വൈ ഡോണ്ട് വി യൂസ് ഹയർ ഓപ്ഷൻ? അപ്പം നല്ല കുറച്ചുകൂടെ ഹയർ ആയിട്ട് ഡ്രീം ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ കോട്ട് ഇതാണ്: എവറി ഇയർ ടീച്ചേഴ്സ് us 2 things. 2 കാര്യങ്ങളാണ് എല്ലാ വർഷവും നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? എവറി ഇയർ, ഓരോ വർഷവും വന്നു പോകുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന 2 കാര്യമാണ്. നോ വൺ ഇസ് പെർമനന്റ്. നമ്മൾ ആരും പെർമനന്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നവരല്ല, അല്ലെ? നമുക്ക് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായവർ, ഉറ്റവരും മുടയവരുമായ ഒരുപാട് പേര് നമ്മൾ ഇന്ന് വേർപിരിഞ്ഞ് പോയിട്ടുണ്ട്, അല്ലെ? നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. കാരണം വളരെ ഹെൽത്തി ആയിരുന്ന ആൾക്കാർ പെട്ടെന്ന് പോകുന്നു. കോവിഡ് വരുന്നു, പ്രത്യേകിച്ച് ഒരു കാര്യം വരുന്നു. ദെൻ കംസ് ഡിഫറെന്റ് വേരിയൻസ്, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, അങ്ങനെ വരുന്നു, അല്ലേ? സോ വി അണ്ടർസ്റ്റുഡ്. ഓക്കെ, നമുക്ക് മനസ്സിലാവുന്നുണ്ട് നത്തിങ് ഇസ് പെർമനൻസ്, എവറിത്തിങ് ഇസ് ടെമ്പററി എന്ന് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? ആൻഡ് ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. കഴിഞ്ഞത് കഴിഞ്ഞു, ലെറ്റ്സ് മൂവ് ഓൺ, ലെറ്റ്സ് ഫോക്കസ് ഓൺ വാട്ട് കംസ് നെക്സ്റ്റ്. അങ്ങനെയാണ് ലൈഫ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഇയർ ടെൽസ് us, എവറി ഇയർ ടെൽസ് us. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് എന്താണ് ഡൗട്ട് ഉണ്ടല്ലോ? ഡബിൾ വാലിഡിറ്റി ഡെയിലി ക്ലാസ്സസിനില്ല. ഡെയിലി ക്ലാസ്സുകൾക്ക്, കോഴ്സുകൾക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ ഇല്ല. ഡബിൾ വാലിഡിറ്റി ഓഫർ ഉള്ളത് മഹാപാക്കുകൾക്കും ടെസ്റ്റ് പാക്കുകൾക്കും മാത്രമാണ്. അത് നോക്കണം. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പയ്യെ. യെസ്, ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പം പയ്യെ നമുക്ക് പോകാം. ഇന്നത്തെ ആർട്ടിക്കിൾ 2 ആർട്ടിക്കിളാണ്. ഒന്ന് റഷ്യ, പുടിനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇങ്ങനെ പുടിൻ പോയാൽ ശരിയാവില്ല, യൂറോപ്യനിലെ കണക്ഷൻ പ്രോബ്ലവും റെസിസ്റ്റൻസ്, നാറ്റോ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ഉള്ളൊരു പൊളിറ്റിക്കൽ ആൻഡ് വളരെ അനാലിറ്റിക്കൽ ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്ന്. കൂടാതെ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിൾ ഉണ്ട് പബ്ലിഷിംഗ് ഹൗസിനെ പറ്റിയും നമ്മുടെ ജേർണലിസം, ന്യൂസ് ജേർണലിസം, ന്യൂസ് മീഡിയയെ പറ്റിയും റിലേഷൻഷിപ്പ്, അവരുടെ റിലേഷൻഷിപ്പ് വിത്ത് ഗൂഗിൾ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗൂഗിൾ ആൻഡ് ഇന്ത്യയെ റിലേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്, റിലേഷൻഷിപ്പിനെ പറ്റിയുള്ളത്. പുടിനെ പറ്റിയുള്ള പറ്റിയുള്ള ആർട്ടിക്കിൾ, അല്ലെങ്കിൽ റഷ്യയെ പറ്റിയുള്ള ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. നല്ല ആർട്ടിക്കിളാണ്. ഇന്ന് കുറച്ചധികം ഇഡിയംസ് ഉണ്ട്, ഫ്രേസസ് ഉണ്ട്. ദാൻ സിനോണിംസിനെ കഴിഞ്ഞ് നമ്മൾ കൂടുതൽ ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ കാണാൻ പറ്റും 2 ആർട്ടിക്കിളുമായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. തരം. Okay. Change is the only thing that is constant. Yes, Rekala. Yes, it is. All right. Okay. അപ്പോൾ നമുക്ക് yes, that's a prime reality. Yes. കോമ്പറ്റീറ്റർ നമ്മൾ എക്സാം PDF തരും. ഇപ്പം തന്നെ നമ്മൾ ആ ലിങ്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്, എന്നിട്ട് തരും. ഈ ക്ലാസ്സിലൊന്ന് നിൽക്കുമോ? ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് പോരെ, അതോ ജസ്റ്റ് PDF ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണോ? Just wait for a minute, okay? We'll give it to you. All right. Let's start with the idioms and phrases. അപ്പോൾ ആദ്യം ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നോക്കുമ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വെച്ച് നിങ്ങൾ സെന്റൻസ് ഫ്രെയിം ചെയ്യരുത്. ആദ്യം തന്നെ അത് പറയാം. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വെച്ചിട്ട് സെന്റൻസ് ഫ്രെയിം ചെയ്യരുത്. നമുക്ക് കാരണം ഒരുപാട് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ട്, അപ്പോൾ അത് തീരില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, വേർഡ്സ്, സിനോണിംസ്, ആന്റണിംസ് വരുമ്പോൾ നമുക്ക് സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ നോക്കാം. സോ വെയിറ്റ് ഫോർ എ മിനിറ്റ്. ഓക്കെ. ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ശരണ്യ? യെസ്. PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ്. നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് വെക്കാം, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഫോർ യു. ഓക്കെ. ആൻഡ് യു കെൻ ടേക്ക് പ്രിന്റ് ഔട്ട്സ്, നോ പ്രോബ്ലം. ഓക്കെ. So let's start with that. Keep the wheel running. Keep the wheels running. Okay, നോക്കുക. Keep the wheels running എന്ന് പറഞ്ഞാൽ എന്താണ്? Make something continue to happen or operate. Keep the wheels running. ചക്രം കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കട്ടെ. Keep the wheels running. അല്ലെങ്കിൽ അതേ മീനിങ് വരുന്ന വേറൊരു വാക്കുണ്ട്, keep the wheels turning. ഇതെല്ലാം ഒരേ മീനിങ് ആണ്. Or keep the wheels rolling. ഇങ്ങനെ 3 വാക്കുകളും ഓർത്ത് വെച്ചോളാം. Keep the wheels running, keep the wheels turning, keep the wheels rolling. അതായത്
ചക്രം കറങ്ങിക്കൊണ്ടേ ഇരിക്കട്ടെ. ദാറ്റ് മീൻസ് മേക്ക് സംതിങ് കണ്ടിന്യൂ ടു ഹാപ്പൻ. നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ അല്ലെ, കാര്യങ്ങൾ നടക്കട്ടെ. ഓർ മേക്ക് സംതിങ് ടു ഹാപ്പൻ, കണ്ടിന്യൂ ടു ഹാപ്പൻ ഓർ ഓപ്പറേറ്റ്. കാര്യങ്ങൾ നന്നായിട്ട് ഉഷാറായിട്ട് നടക്കട്ടെ എന്നുള്ളൊരു അർത്ഥമാണ് കീപ് ദ വീൽസ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ. കേട്ടോ, കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കട്ടെ എന്നാണ് കീപ് ദ വീൽസ് റണ്ണിങ് എന്ന വാക്കിന്റെ അർത്ഥം. ഐ മീൻ ഇഡിയമിന്റെ അർത്ഥം. ഓക്കെ, സോ ദാറ്റ്സ് ക്ലിയർ ഐ ഗെസ്. അടുത്ത് നോക്കാം. സ്റ്റേ അഫ്ലോട്ട്. അഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മുങ്ങാതെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലോട്ട് ചെയ്യുക. അതിനെയാണ് ഫ്ലോട്ട് എന്ന വാക്കിന്റെ അർത്ഥം. ബട്ട് സ്റ്റേ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ടേമിൽ പറയുന്ന ഒരു അർത്ഥം ഇതാണ്. ബിസിനസ് ഇതൊരു ബിസിനസ് വൊക്കാബാണ് കേട്ടോ. ഇതൊരു ബിസിനസ് വൊക്കാബാണ്. നമ്മൾ നോർമൽ അത് നമ്മുടെ ലൈഫിൽ നോർമലായിട്ട് ഉപയോഗിക്കാറില്ല. ബട്ട് ബിസിനസ് ഇതിൽ സിനാരിയോയിൽ യൂസ് ദിസ്. ബിസിനസ് സിനാരിയോയിലുള്ള 2 ഇതുണ്ട് കേട്ടോ ഇന്ന്. കാരണം ഗൂഗിൾ റിലേറ്റഡ് എസ് ഇന്ന് ബിസിനസ് റിലേറ്റഡ് ഫിനാൻസ് റിലേറ്റഡ് എസ് ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ആണ്. ഇപ്പോൾ ബാങ്കിങ്ങിലുള്ള ഉള്ളവർക്ക് എപ്പോഴും പറയാം കൂടുതലും ടെൻഡൻസി കൂടുതൽ ബിസിനസ് റിലേറ്റഡ് എസ് വരാനാണ്, ഫിനാൻസ് റിലേറ്റഡ് എസ് വരാനാണ്. നിങ്ങൾക്ക് അറിയാതെ. അപ്പോൾ അതിലൊരു ഫ്രേസ് ആണ് സ്റ്റേ അഫ്ലോട്ട്. Stay afloat means have just enough money to pay debts and continue operating. മുങ്ങിയില്ല ഭാഗ്യത്തിന്, ജസ്റ്റ് രക്ഷപ്പെട്ടു. അതായത് എന്താ പറയാ, തലനാരിഴക്കി രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണിത്. അപ്പൊ ജസ്റ്റ് കറക്റ്റ് പൈസ ഉണ്ടായിരുന്നുള്ളൂ ഡെറ്റ് ഒക്കെ തീർക്കാനായിട്ട്, കടമൊക്കെ തീർക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് കണ്ടിന്യൂ ഓപ്പറേറ്റ്. അങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ദാറ്റ് മീൻസ് യു ആർ സ്റ്റേയിങ് അഫ്ലോട്ട്. ഓക്കെ, അപ്പൊ ബിസിനസ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കും, പറയില്ലേ കോവിഡ് ഒക്കെ അല്ലേ, ഐ എം സ്റ്റേയിങ് അഫ്ലോട്ട്, അല്ലെങ്കിൽ ഇറ്റ്സ് സ്റ്റേയിങ് അഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ വി ഹാവ് ജസ്റ്റ് ഇനഫ് മണി ടു പേ ദ ഡെറ്റ്സ് ആൻഡ് കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും പേര് ലൈവിലുണ്ട്. അപ്പോൾ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ്സ് ലൈക്ക്. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാര്യം ഇത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത്ര ഒരു PDF തരാണ്. ഇല്ലില്ല, അത് ഗ്രൂപ്പിലിടില്ല സച്ചിൻ, ഗ്രൂപ്പിലിടുക. അല്ലെങ്കിൽ നമ്മൾ മാനേജ്മെന്റിന്റെ നമ്മളെല്ലാ ചാനൽസിലും, നമ്മുടെ എല്ലാ തമിഴ് അട 24/7 മലയാളം ചാനൽ, തമിഴ്നാട്, തെലുഗു, അങ്ങനെ എല്ലാ റീജിയണൽ ചാനൽസിനും ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു സന്തോഷത്തോടെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്ന ഫ്രീ PDF ആണ്. സോ വി പ്രൊവൈഡ് യു ലിങ്ക്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് കേട്ടോ. സോ ഇത് എല്ലാവർക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് തരുന്നതിനേക്കാളും ഇതായിട്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും കൂടെ എത്തിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ലെറ്റ്സ് സീ. കം അപ്പ് വിത്ത് മീൻസ് പ്രൊഡ്യൂസ് ടു പ്രൊവൈഡ് സംതിങ് ദാറ്റ് പീപ്പിൾ വോണ്ട്. കം അപ്പ് വിത്ത് എൻ ഐഡിയ, കം അപ്പ് വിത്ത് എ പ്ലാൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്നല്ല, ആൾക്കാർക്ക് വേണ്ട, എല്ലാവരും കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാണ്, ഒരാൾക്ക് കൊടുക്കുകയാണ്. എനിത്തിങ്, ലെറ്റ് ഇറ്റ് ബി ഐഡിയ, ലെറ്റ് ഇറ്റ് ബി എ പ്ലാൻ ഓർ സംതിങ്. കം അപ്പ് വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രൊഡ്യൂസ് ഓർ പ്രൊവൈഡ് സംതിങ് ദാറ്റ് പീപ്പിൾ വോണ്ട്. ആൾക്കാർക്ക് വേണ്ട, മനുഷ്യർക്ക് മൊത്തം ഒരു മെജോറിറ്റിക്ക് വേണ്ട കാര്യം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സേ കം അപ്പ് വിത്ത് സംതിങ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. ആജ്ഞ, സെന്റൻസ് ഞാൻ സിനോണിം മുതലേ നോക്കുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു സെന്റൻസസ് സിനോണിം മുതലേ നോക്കുള്ളൂ. ഇഡിയംസ് ആൻഡ് ഫ്രേസ് ഒരുപാടുണ്ട്. സോ അതുകൊണ്ടാണ്. ഓക്കെ, യെസ് കോമ്പറ്റീറ്റർ, താങ്ക് യു സോ മച്ച്. ഐ എം റിയലി ഓണേർഡ്. ഓക്കെ, ഐ എം സോ ഹാപ്പി. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ലെവൽ ദ പ്ലേയിങ് ഫീൽഡ്. ലെവൽ ചെയ്യുക, പ്ലേയിങ് ഫീൽഡ് ലെവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ലെവൽ ദ പ്ലേയിങ് ഫീൽഡ്, ഇറ്റ്സ് എൻ ഇഡിയം. ലെവൽ ദ പ്ലേയിങ് ഫീൽഡ് മീൻസ് മേക്ക് എ സിറ്റുവേഷൻ ഫെയർ ഫോർ എവ്രി വൺ. നമ്മൾ എല്ലാവരും കളിക്കാൻ ഇറങ്ങുന്നവരാ എങ്കിൽ ലെവൽ ദ പ്ലേയിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം മുൻതൂക്കം അല്ല, എല്ലാവരും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും കോമ്പറ്റീഷൻ ഫെയർ ആകാൻ വേണ്ടിയിട്ട് മേക്കിംഗ് ദ സിറ്റുവേഷൻ ഫെയർ ഫോർ എവ്രി വൺ. ഓരോരുത്തർക്കും, എവ്രി വൺ, ഈച്ച് ആൻഡ് എവ്രി വൺ, ഓരോരുത്തർക്കും സിറ്റുവേഷൻ നമ്മൾ ഫെയർ ആക്കുവാണെങ്കിൽ യു സേ ലെവൽ ദ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയും. യു സേ ലെവൽ ദ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയും. ഓക്കെ, മറന്നു വരുത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് കാം വൺസ് നെർവ്സ്. കാം ഇസ് നെർവ്സ്. കാം യുവർ നെർവ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം മേക്ക് യു കാം, മേക്ക് യു കാമർ, യു കാമർ, കാമർ, കുറച്ചുകൂടെ തണുപ്പിക്കുക എന്ന് നമ്മൾ പറയില്ലേ. അടങ്ങ് മോനെ, അടങ്ങ് നീ അല്ലേ, അടങ്ങ് നീ അടങ്ങ്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. കാം വൺസ് നെർവ്സ്. നമ്മുടെ നാട്ടിൽ പറയില്ലേ, നമ്മൾ ലോക്കലായിട്ട് നോർമലായിട്ട് പറയില്ലേ, അടങ്ങ് നീ അടങ്ങ്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ നീ. സോ മേക്ക് സംബഡി ലെസ് ആംഗ്രിയർ എന്ന് പറയാം. അതായത് നല്ല ചൂടായിട്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ പറയാണ് കാം യുവർ നെർവ്സ് എന്ന് പറഞ്ഞാൽ അടങ്ങിക്കോ. അല്ലെങ്കിൽ പറ്റില്ലേ, കം ഹിസ് നെർവ്സ് എന്ന് പറഞ്ഞാൽ അവനെ ഒന്ന് അടക്കിക്കോ, അവനൊന്ന് അടക്കിക്കോ, അല്ലെ അവളെ ഒന്ന് അടക്കിക്കോ എന്ന് നമ്മൾ പറയില്ലേ. അതാണ് അടക്കുക എന്ന് പറഞ്ഞാൽ പെട്ടിയിലടക്കുക, ആ അടക്കല്ല കേട്ടോ. യു അണ്ടർസ്റ്റാൻഡ്. അടക്കുക എന്ന് പറഞ്ഞാൽ ദേഷ്യം അടക്കുക. സോ മേക്ക് സംബഡി ലെസ് ആംഗ്രി, അല്ലെങ്കിൽ മേക്ക് സംബഡി കാം ഓർ കാമർ, കുറച്ചുകൂടെ കാമാക്കുക, സമാധാനിപ്പിക്കുക. അതിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓൾറൈറ്റ്, ക്ലിയർ ആണോ? ഓക്കെ, ഓൾറൈറ്റ്. സോ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. അപ്പോൾ ഓർത്ത് വെച്ചോളാം. ഫസ്റ്റ് വൺ, keep the wheels running. Second one, stay afloat. Third one, come up with. And fourth one, level the playing field. അടുത്തത് calm one's nerves.
ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോളാം. സോ മൂവിങ് ടു നെക്സ്റ്റ് വൺ, അയൺ ഔട്ട്. അയൺ ഔട്ട് എന്ന വാക്കിന്റെ അർത്ഥം, അയൺ ഔട്ട് എന്ന ഫ്രേസിന്റെ അർത്ഥം, അയൺ ഔട്ട് സംതിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡീൽ സക്സസ്ഫുള്ളി വിത്ത് ഡിസഗ്രിമെന്റ് ഓർ പ്രോബ്ലം. എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്കോ വക്കാണോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യുവാണെങ്കിൽ യു സേ അയൺ ഔട്ട് ദാറ്റ്. You're ironing out something. എന്ന് പറഞ്ഞാൽ you're dealing with a disagreement, you're dealing it successfully, you're dealing successfully with a disagreement or a problem. എങ്കിൽ നമുക്ക് പറയാം that is എന്ത് അയൺ ഔട്ട് എന്ന് പറയാം. അതാണ് ഫ്രേസ്. അയൺ ഔട്ട് എന്ന ഫ്രേസിന്റെ മീനിങ് ഇതാണ്, ഡീലിംഗ് സക്സസ്ഫുള്ളി വിത്ത് ഡിസഗ്രിമെന്റ് അല്ലെങ്കിൽ പ്രോബ്ലം. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത ഫ്രേസ് ഇതാണ് റോൾ ബാക്ക്. റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ റിമൂവ് സംതിങ് ഓർ റെഡ്യൂസ് ഇൻഫ്ലുവൻസ് ഓഫ് സംതിങ്. ഒരു കാര്യം നമ്മൾ റിമൂവ് ചെയ്യാം, ഒഴിവാക്കുകയാണ്, റിമൂവ് ചെയ്യണം, അത് വേണ്ട നോക്കുകയാണ്. അല്ലെങ്കിൽ യു റെഡ്യൂസിങ് ദ ഇൻഫ്ലുവൻസ്. ആരുടെയും ഒരു ഇൻഫ്ലുവൻസ്, ഒരാളുടെ ഒരു നമ്മൾ പറയാ, ഒരാളുടെ ഒരു എന്താ പറയാ, അവർ നമ്മുടെ മേലിൽ ചെലുത്തുന്ന ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്തിനു, അല്ലെങ്കിൽ അവരോ സംതിങ് ഓർ സംബഡി, ആരെങ്കിലും നമ്മുടെ മേലിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്, അവർ തീരുമാനിക്കുന്നതനുസരിച്ച് നമ്മൾ പോകുന്നു എങ്കിൽ യു ആർ റിമൂവിങ് ദാറ്റ്, യു ആർ റെഡ്യൂസിങ് ദാറ്റ്, അത് കുറയ്ക്കുകയാണ് നമ്മൾ. അതിനെയാണ് റോൾ ബാക്ക് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം, നമ്മൾ ലൈഫിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം, വി സീ ദാറ്റ് പൊളിറ്റീഷ്യൻസ് ഇൻഫ്ലുവൻസ് എ ലോട്ട് ഓൺ അവർ ലൈഫ്, അല്ലേ? പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി. സോ ഇഫ് യു ആർ റോളിംഗ് ബാക്ക് ദ ഇൻഫ്ലുവൻസ് എങ്കിൽ, യു ആർ റോളിംഗ് ബാക്ക് ദ മീഡിയ എങ്കിൽ യു ആർ റെഡ്യൂസിങ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മീഡിയ എന്ന് പറയാം. റോളിംഗ് ബാക്ക് ദി മീഡിയ എന്ന് പറഞ്ഞാൽ യു ആർ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ യു ആർ റിഡ്യൂസിങ് ദി ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന് നമുക്ക് പറയാം. അതാണ് റോൾ ബാക്ക് എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ. ആൻഡ് അതർ വൺ ഇസ് ബ്രീത്ത് ഡൗൺ സംബഡീസ് നെക്ക്. ബ്രീത്ത് ഡൗൺ സംബഡീസ് നെക്ക്. ആരും ഒരാളുടെ യു ആർ ബ്രീത്ത് ഡൗൺ സംബഡീസ് നെക്ക് എന്ന് പറഞ്ഞാൽ യു ആർ ചേസിങ് ആഫ്റ്റർ സംബഡി ക്ലോസ്ലി. ബ്രീത്ത് ഡൗൺ സംബഡീസ് നെക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പുറകെ നടക്കുകയാണ്, വളരെ അടുത്തടുത്ത് അവരുടെ പുറകെ നിന്ന് എന്താ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ബ്രീത്ത് ഡൗൺ സംബഡീസ് നെക്ക് എന്ന് പറയാം. സംബഡീസ് ആരോ ആകട്ടെ, അവിടെ ഹിസ് നെക്ക്, ഹെർ നെക്ക്, യോർ നെക്ക് എന്തും നമുക്ക് അവിടെ പറയാം. അവിടെ അവിടെ ഒബ്ജക്റ്റാണ് വേണ്ടത്, മനസ്സിലായി? അവിടെ ഒരു ഒബ്ജക്റ്റ് ആണ് വേണ്ടത്. ആ ഒബ്ജക്റ്റ് അല്ല, പൊസസീവ്സ് ആണ് വേണ്ടത്. ഒബ്ജക്റ്റ് അല്ല, പൊസസീവ് ആണ് വേണ്ടത് കേട്ടോ. പൊസസീവ് ഒബ്ജക്റ്റീവ് ആണ്. ആരുടെ നെക്ക്? അവന്റെ, അവളുടെ, എൻ്റെ, നിന്റെ, അവരുടെ, ആരും വരാം. ഹിസ്, ദെയർ, ആർ, യോർ എന്നൊക്കെ എല്ലാം വരാം കേട്ടോ. സോ ചേസ് ആഫ്റ്റർ സംബഡി ക്ലോസ്ലി. അടുത്താണ് ഡെഡ്ലി ബ്ലോ. കേട്ടിട്ടുണ്ടായിരിക്കും ഡെഡ്ലി ബ്ലോ. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഡെഡ്ലി ബ്ലോ മീൻസ് കോസ് ഓഫ് എൻഡ് ഓഫ് സംതിങ്, തീർന്നു. ഇറ്റ് വാസ് എ ഡെഡ്ലി ബ്ലോ ടു ദ ഗ്ലോബൽ എക്കോണമി. COVID-19 was a deadly blow to the global economy. തീർന്നു, നമ്മുടെ ഗ്ലോബൽ എക്കണോമിയെ തീർത്തു നമ്മുടെ COVID-19 എന്ന് നമുക്ക് വേണം പറയാം. ഓക്കെ, ക്ലിയർ? അതാണ് റോളിൻ. യെസ്, റോൾ ബാക്ക് ഇന്ന്, റോളിൻ ഇന്നലെ. യെസ്, അതാണ്. സ്വാധീനം. താങ്ക് യു ബിനീത. ഞാൻ അതാണ് ഇങ്ങനെ ആലോചിച്ചു, മലയാളം എനിക്ക് കിട്ടിയില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതാണ്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഡെഡ്ലി ബ്ലോ ഒന്ന് തീർത്തു, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സോ നമ്മൾ ഓർത്ത് വെക്കുക, ഇഡിയംസ് ഇതാണ്: iron out, roll back, breathe down somebody's neck, deadly blow. ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. iron out, roll back. അപ്പോൾ ഇപ്പം നമ്മൾ 5 എണ്ണം കഴിഞ്ഞു, 4 എണ്ണം കൂടി 9 idioms and phrases ഇന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അധികം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ എല്ലാവരും. ആൻഡ് മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ. ലെറ്റ്സ് മൂവ് ടു ദ synonyms and antonyms today. ഓക്കെ, നമുക്ക് synonyms and antonyms പോകാം. ഓൾ റൈറ്റ്. ഓക്കെ, ഇട്ടോളൂ. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സിനോണിംസ് ആൻഡ് ആന്റണിംസ്. ആദ്യത്തെ വാക്ക് നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കേൾക്കുന്ന വാക്കാണ് ഡെഫിസിറ്റ്. ഓക്കെ, ഡെഫിസിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. ഷോർട്ട് ഫോൾ, ഡെഫിഷ്യൻസി, ഷോർട്ടേജ്, അണ്ടർ സപ്ലൈ. കുറവാണ്, എന്തിന്റെ ഒരു കുറവെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഒരു സെക്കൻഡ്, എനിക്കൊരു അത്യാവശ്യം മെസ്സേജ് വന്നു. ഇറ്റ്സ് ഫ്രം മാനേജ്മെന്റ്. അത് തന്നെ. ഓക്കെ, സോ താങ്ക് യു. സോ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോൾ, ഡെഫിഷ്യൻസി, ഷോർട്ടേജ്, അണ്ടർ സപ്ലൈ എന്നാണ്. സോ അലിഗേഷൻ, എന്താ നിങ്ങൾക്ക് ലിങ്ക് വന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് പറഞ്ഞിട്ട് ലിങ്ക് ഇട്ടേക്കാൻ പറഞ്ഞു. ലൈവിലുള്ളവർക്ക് ലിങ്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ്. ലിങ്ക് നിങ്ങൾക്ക് ഇതാണ്. ദിസ് ഇസ് ദർ ലിങ്ക്. ഇപ്പൊ കണ്ടോ, നിങ്ങൾ നേരെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ആ ലിങ്കിൽ പോവുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ആ ലിങ്കിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം.
ഈ ക്ലാസ്സിന് ശേഷം കേട്ടോ. നമ്മൾ നോർമലി ഞാൻ നിങ്ങളെ കൊണ്ടുപോകാറില്ലേ, ഞാൻ നിങ്ങളെ ആപ്പ് കാണിക്കാറില്ല, അതുപോലെ ഞാൻ ആപ്പിൽ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളത്, ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ടേക്ക് ദ ലിങ്ക് ആൻഡ് ഡൗൺലോഡ് ഇട്ടോ കേട്ടോ. ഇതാണ് ഓക്കെ. സോ അടുത്ത വാക്ക് അലിഗേഷൻ. അലിഗേഷൻ നമുക്ക് പറയാം, അലിഗേഷൻ ക്ലെയിം, പ്രസ്താവന എന്നൊക്കെ പറയില്ലേ. സോ ക്ലെയിം, അസേർഷൻ, ഡിക്ലറേഷൻ, സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെയാണ് അലിഗേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. അലിഗേഷൻ നമുക്ക് എന്ന് പരിചയമുള്ളതാണ് അല്ലേ. ഓക്കെ, അതാണ് അലിഗേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. ആൻഡ് അതർ വൺ ഇസ് എനോമസ്. എനോമസ് ഗ്രോത്ത് ഇൻ ദി മെഡിക്കൽ ഇൻഡസ്ട്രി അല്ലെ എന്ന് പറയത്തില്ലേ. ബിക്കോസ് ഓഫ് COVID-19 we saw or we still see enormous growth in the medical industry. Huge, vast, extensive, broad, wide എന്നൊക്കെ നമുക്ക് പറയാം. എനോമസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ലെ, ഒരുപാട് വ്യാപിക്കുന്ന അല്ലെ, ഹ്യൂജ് ആണ്, വാസ്റ്റ് ആണ് എന്നൊക്കെ പറയില്ല നമ്മൾ. ദാറ്റ്സ് എനോമസ്, ബിഗ്, സംതിങ് ബിഗ് എന്ന്. ഓക്കെ, അപ്പൊ നോക്കിയേ, നെക്സ്റ്റ് വൺ ഇസ് ആഡ്ക്വേറ്റ്. ആഡ്ക്വേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആഡ്ക്വേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം സഫിഷ്യന്റ്, ആവശ്യത്തിന് അല്ലെ, ഇനഫ്, ആംപിൾ, റിക്വസിറ്റ് അല്ലെ, ആവശ്യമുള്ള അത്ര, റിക്വസിറ്റ്, ആംപിൾ, ഇനഫ്, സഫിഷ്യന്റ് എന്നൊക്കെ നമ്മൾ പറയും. ഈ ആഡ്ക്വേറ്റിന്റെ ഒരു മീനിങ് ഉള്ള ഒരു വാക്ക് നമ്മൾ പറഞ്ഞു, ആപ്പസിറ്റ്. ഓർമ്മയുണ്ടോ? ആവശ്യത്തിനുള്ളത് ആഡ്ക്വേറ്റ് ആണെങ്കിൽ വി സേ ആപ്പസിറ്റ്. ഓപ്പോസിറ്റും ആപ്പസിറ്റും നമ്മൾ ഡിഫറൻസ് നമുക്കറിയാം. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിർ മീനിങ് ആണ്. ആപ്പസിറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ളത്. ദാറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്, ഓർത്ത് വെച്ചോളൂ. ഓക്കെ, സോ another one is snippet. അടുത്ത വാക്ക് നോക്കുക, സ്നിപ്പെറ്റ്. സ്നിപ്പെറ്റിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ്? പീസ്, ഒരു ചെറിയൊരു ബിറ്റ്. ഇറ്റ്സ് എ പീസ്, ബിറ്റ്. ന്യൂസ് സ്നിപ്പെറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ആർട്ടിക്കിൾ നിങ്ങൾ കാണും, ന്യൂസ് സ്നിപ്പെറ്റ്. ന്യൂസ് സ്നിപ്പെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പീസ്, ഒരു ന്യൂസ് ബിറ്റ് അല്ലെങ്കിൽ സ്ക്രാപ്പ്, ഫ്രാഗ്മെന്റ്, ഒരു ചെറിയൊരു അംശം. ദാറ്റ്സ് ഇറ്റ്. പീസ്, ബിറ്റ്, സ്ക്രാപ്പ് ഓർ ഫ്രാഗ്മെന്റ് എന്ന് പറയും. ഓർത്ത് വെച്ചോളാം ഈ വാക്കുകൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇപ്പൊ ചിലതൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള, എളുപ്പമായിട്ടുള്ളതാണ് അല്ലേ. ക്ലിയർ? അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കട്ടെ. Okay, so yes, nowadays I feel deficit in my studies. Okay, you feel deficit. ഫീലിന്റെ ശേഷം നമുക്കൊരു അഡ്വേർബ് ആണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഡെഫിഷ്യന്റ്. അപ്പൊ ഇസ്മയിൽ അവിടെ എന്ത് കൊടുക്കണം എന്നറിയോ? ഇസ്മയിലെ ഡെഫിഷ്യറ്റ് എന്ന് കൊടുക്കില്ല, ഡെഫിസിറ്റ് എന്ന് കൊടുക്കുന്നത് ഡെഫിഷ്യന്റ് എന്ന് കൊടുത്തു, അഡ്ജക്റ്റീവ് കൊണ്ടുകൊടുത്തു കേട്ടോ. അവിടെ ആവുമ്പോൾ കുറച്ചുകൂടെ മീനിങ് കറക്റ്റ് ആവുള്ളൂ. കാരണം നമ്മൾ ആ വേർബ് ഓൾറെഡി, ആ വേർബിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. Yeah, those allegations are notwithstanding. Okay, in every summer we are facing deficit water അല്ല, ഒന്നെങ്കിൽ deficient water ആശ, അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? deficit in water supply in our region. deficit in അല്ലെങ്കിൽ deficit of കൊടുത്തോ. വാട്ടർ സപ്ലൈയിൽ ഡെഫിസിറ്റ് വരുന്നു, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഓഫ് വാട്ടർ, വാട്ടർ സപ്ലൈയുടെ ഡെഫിസിറ്റ് ഓഫ് വാട്ടർ കൊടുത്തു, ഡെഫിസിറ്റ് ഓഫ് വാട്ടർ ഇൻ അവർ റീജിയൻ കൊടുക്കാം. ഹായ് സുവർണ. ഉണ്ട്, വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്താണ് അതിന്റെ ആർട്ടിക്കിൾ അവൈലബിൾ ആണ്. ആർട്ടിക്കിളിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ബ്ലോഗിൽ ഇത് അവൈലബിൾ ആണ്. ബ്ലോഗിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കിട്ടും. 24/7 വെബ്സൈറ്റിലല്ലേ, ബ്ലോഗിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ആപ്പുള്ളവർ ആപ്പിലൂടെ കയറിക്കോളൂ. iOS യൂസേഴ്സ് അല്ലാതെ എടുക്കുക കേട്ടോ. അല്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, iOS യൂസേഴ്സ് ആണെങ്കിൽ ആപ്പ് അവൈലബിൾ അല്ലല്ലോ. അങ്ങനെ. ഓക്കെ, സോ another one is an enormous deficit in COVID cases are an enormous deficit എന്ന് പറയുന്നത്. ഡെഫിസിറ്റ് എന്ന് പറയുന്നതേ എന്താണ്? അതുല്യം നോക്കിയ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. കുറവ് എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് നൗൺ അല്ലേ. അപ്പൊ അതിന്റെ കൂടെ an enormous എന്ന് പറയില്ല. Enormous deficit in COVID cases are what we wish for എന്ന് പറയണം. A snippet of KMNO4 is adequate for an enormous reaction. Okay, the student was caught with snippets during the exams. Okay, all right, downloaded answer, great. Okay, due to deficit of money, Arun couldn't buy a new laptop. ഇല്ല അൻസ, 200 അധികം ഇല്ലേ നമ്മുടെ പേജസ്. എന്തായാലും അൻസ ഡൗൺലോഡ് ചെയ്തല്ലോ, അപ്പൊ ഇല്ലേ, I think almost 206 അങ്ങനെ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. Due to deficit of money, Arun couldn't buy a new laptop. Okay, the enormous growth of technology made our life easier. Okay, Lisa gave me a snippet of a pizza. Okay, that snippet of cake is enough for me. All right, enormous allegations sometimes not adequate. Ajant, enormous allegations are sometimes not adequate for politicians. Enormous allegations are sometimes not adequate for politicians. Okay. Oh yeah, Suvarna, great, thank you, and I'm really happy as well. You're welcome. During COVID pandemic, companies find deficit
of fund to provide salary to employees. Yes. An allegation of deficit fund was raised by the opposition. Okay. A snippet of news is adequate to cause a communal violence. മതി കേട്ടോ. To cause communal violence. ഓഫ് വേണ്ട ഇസ്മായിൽ കേട്ടോ. A snippet of news is adequate to cause communal violence. That's clear. അത് മതി കേട്ടോ. ഡെഫിസിറ്റ് കാരണം കോസ് ഓഫ് എന്ന് പറയില്ല. കോസ് ഓഫ് എന്ത്? കോസ് എന്ന് പറയുകയാണെങ്കിൽ നൗൺ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കോസ് ഓഫ് എന്ന് പറയാം. വേർബ് ആയിട്ട് ഉപയോഗിക്കും. കോസിന് ശേഷം ഒരു പ്രൊപ്പോസിഷനും ഇടൂല കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ. ഡെഫിസിറ്റ് ആൻഡ് ഡെഫിഷ്യൻസി കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഡെഫിസിറ്റ് അതല്ലേ മീനിങ് നോക്കിയേ. ഡെഫിസിറ്റിന്റെ അതേ മീനിങ് ആണ് ഡെഫിഷ്യൻസി. ഡെഫിസിറ്റ് നൗൺ ആണ്, ഡെഫിഷ്യൻസി നൗൺ ആണ്. പക്ഷെ ഡെഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെഫിഷ്യന്റ് എന്ന് പറയുന്നത് അതിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഡെഫിഷ്യന്റ് അഡ്ജക്റ്റീവ്, അതിന്റെ നൗൺ ഡെഫിഷ്യൻസി. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നൗണ്. രണ്ടും ഒരേ മീനിങ്, സെയിം മീനിങ്. ഓക്കെ, ഓൾറൈറ്റ്, ക്ലിയർ ആയില്ലേ? The snippet of allegation holds water. Okay. During the lockdown time, people face deficit in grocery. Okay, yeah. Grocery spelling നോക്കി ഇതല്ല grocery. GROCERY, grocery. The allegations against the actor are backed by adequate evidences അല്ല. സുവർണ, evidences ഇല്ല. Please note it down. Evidence, തെളിവ് എന്ന് പറയുന്നതില്ലേ, അൺകൗണ്ടബിൾ നൗൺ ആണ്. അതിന് നമ്മൾ ഒരിക്കലും പ്ലൂറൽ ഇല്ല കേട്ടോ. ഇറ്റ്സ് എവിഡൻസ്, നോട്ട് എവിഡൻസസ് കേട്ടോ. എവിഡൻസസ് എന്നൊരു സാധനം ഇല്ല. ഇറ്റ്സ് അൺകൗണ്ടബിൾ. ന്യൂസിന് ന്യൂസസ് ഇല്ല. ബട്ട് യു ക്യാൻ സേ പീസസ് ഓഫ് എവിഡൻസ് കൊടുത്തോ. പ്ലൂറൽ ആക്കണോ നിങ്ങൾക്ക്? യു ക്യാൻ ഗിവ് ഇറ്റ് ലൈക്ക് ദിസ്. പീസസ് ഓഫ് എവിഡൻസ്, പീസസ് ഓഫ് എവിഡൻസ്, ബിറ്റ്സ് ഓഫ് എവിഡൻസ്, ഫ്രാഗ്മെന്റ്സ് ഓഫ് എവിഡൻസ്, എന്ത് വേണം പറഞ്ഞോ, നോ പ്രോബ്ലം. ഓക്കെ, അത് നിങ്ങൾ കൊടുത്തോട്ടോ. ഡൗൺലോഡഡ്. ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. Allegation of state government for Silver Line project makes disturbance among opposition parties. Great. To my surprise, a monkey snatched a snippet of bread which I had handed to it. Okay. Degree main syllabus is almost to complete. Yes. Yeah. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KS ഒന്ന് ട്രൈ ചെയ്തോളൂ. എനിവേ അത്രയും പഠിക്കണം. അപ്പൊ KS കൂടെ അപ്ലൈ ചെയ്തിടുവാണെങ്കിൽ എന്താ ഗുണം? നമുക്ക് think bigger. എപ്പോഴും അങ്ങനെ ചിന്തിക്കാം. That's it. I have deficiency in vitamin D. Hence doctor suggested me പറയില്ല കേട്ടോ കാർത്തിക. Doctor suggested that എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ doctor suggested that I should drink a lot of milk. അല്ലെങ്കിൽ doctor suggested to me to drink. Suggested ഒരിക്കലും ഒബ്ജക്റ്റ് വരാൻ പാടില്ല. Suggested to me to drink a lot of milk. Okay, Kartika, clear? Solar allegation made negative impact on Ummanchandi government. Okay, deficiency of adequate news dares to democracy. Okay. It is easy to read snippet information rather than to read. It is easy to read information rather than to read deeply. Okay. The Union government has recently released a final monthly installment of revenue deficit grant to the states. Okay. Deficiency of iron causes anemia. Yeah. അതെ വിഷ്ണു, നാളെ മുതൽ കേട്ടോ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ തുടങ്ങാം. There should be enormous knowledge in your subject. Yes. Enormous study is required to crack the exam. Yeah. Politician says അല്ല ശരണ്യ, politicians plural അല്ലേ, അപ്പൊ say. Politicians say negative allegations to press meet. To press meet അല്ല, to the press എന്ന് പറഞ്ഞാൽ ഓക്കെ ആണ്. അല്ലെങ്കിൽ at the press, sorry, at ആണ് കൊടുത്തത്. Sorry ശരണ്യ. Yeah, you're right. At press meet, correct ആണ്. I'm sorry. Okay, Ismail. The deficit of rainfall pressured the local government to construct an enormous tank in order to avail adequate water. Yeah. The president allegates that the government will provide adequate amount of vaccine on account of enormous case in Omicron. Okay. In Omicron എന്ന് പറയില്ല കേട്ടോ. Enormous cases of Omicron. Enormous cases, ഒരുപാട് കേസുകൾ of Omicron കൊടുക്കാട്ടോ കീർത്തി. The proclaimed project has terminated due to deficit in budget. Okay. Unveiled enormous statue of Sardar Vallabhbhai Patel in Gujarat. Agna, അതിന്റെ വാക്യം എന്താണ്? PM unveiled enormous statue of Sardar Vallabhbhai Patel in Gujarat. Okay, that's right. You should bring adequate amount of water to overcome dehydration. Yeah. There was immense regarding ഇല്ല അവിടെ ഒരു പ്രശ്നമുണ്ട് ശരത്തെ. ഇനോമസ് എന്ന് പറഞ്ഞാൽ ഇമ്മൻസ് എന്ന് പറഞ്ഞ ഒരേ മീനിങ്. അപ്പൊ രണ്ടുകൂടെ ഒരുമിച്ച് വരണ്ട, രണ്ട് അഡ്ജക്റ്റീവ് ഒരുമിച്ച് വരണ്ട. എന്ത് റിഗാർഡിങ് ഇനോമസ്? എന്ത് റിഗാർഡിങ് ഗാന്ധി വെൻ ഹി ഹാഡ് ബീൻ ഫാസ്റ്റിംഗ്. ഇനോമസ് എന്ത് റിഗാർഡിങ് noun അവിടെ ഇമ്മൻസ് കട്ട് ചെയ്തിട്ട് അവിടെ noun വരിക. adequate amount of nutrients is required for the healthy growth of plants. Yes, due to long period of sheltering for a massive crowd, the authorities face deficit in providing even basic necessities. Snippet of news is shown as headlines. Yes.
എവിഡൻസ് സെറ്റ് ആയില്ലേ, അത് മതി. ദ adequate supply of raw materials leads to enormous growth of industries. Fiscal deficit jumped to 5% this year. Yeah. Adequate amount of food is not getting people in Somalia. അല്ല അങ്ങനെയല്ല. സോ എന്നാൽ അതിന് adequate amount of food is not available, not getting people എന്നല്ല, പീപ്പിളെ കിട്ടുന്നില്ലെന്നല്ല, മനുഷ്യരെ കിട്ടുന്നില്ലെന്നല്ല, മനുഷ്യർക്ക് കിട്ടുന്നില്ലെന്നല്ലേ. അപ്പൊ എന്താ പറയാ, is not available for, is not getting to the people, getting to the people എന്ന് കൊടുത്തു, അല്ലെങ്കിൽ available for the people, available to the people in Somalia ആയാലും കുഴപ്പമില്ല. Teacher had allegation against students who misbehave അല്ല, ടീച്ചർ ഹാഡ് അലിഗേഷൻ, പാസ്റ്റ് അല്ലേ. അപ്പോൾ ടീച്ചർ ഹാഡ് അലിഗേഷൻ അഗൈൻസ്റ്റ് സ്റ്റുഡൻസ് ഹു മിസ്ബിഹേവ്ഡ് ഇൻ ക്ലാസ്. കേട്ടോ, നീതു, ദ അലിഗേഷൻ ഓഫ് ഒപ്പോസിഷൻ വാസ് ബേസ്ഡ് ഓൺ ദ സ്നിപ്പറ്റ് അനോണിമസ് ഇൻഫർമേഷൻ. വിഷ്ണു, ഡിസ്ക്രിപ്റ്റീവ് പർച്ചേസിന് ഇത്രേ ഉള്ളൂ. നമ്മൾ നേരെ നമ്മുടെ വെബ്സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ഞാനൊരു കാര്യം ചെയ്യാം, ലിങ്ക് അങ്ങ് തരാം വിഷ്ണുവിന്. അപ്പോൾ വിഷ്ണു അങ്ങ് പർച്ചേസ് ചെയ്തോ. ഓക്കെ, ഒരു സെക്കൻഡ്. തരാം കേട്ടോ വിഷ്ണു. ഇതാണ് കേട്ടോ വിഷ്ണു ലിങ്ക്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ കോഴ്സിന്റെ ലിങ്ക്. എന്നിട്ട് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ആൻഡ് പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ നാളെ ക്ലാസ്സിൽ കയറാം. ഓക്കെ. Then, deficit of vaccine is prevailing in many countries. Her allegation on that issue created controversy. Snippet notes is helpful for revision days. Yes. An allegation letter is required before you go there. Okay. The parents alleged that it was their daughter and asked the court to make a decision favorable to them. Okay. Doctor told me to drink. അങ്ങനെ യൂസ് ചെയ്യാമോ? ഇല്ല. told me to drink പറയാം. ഓക്കെ, അത് കുഴപ്പമില്ല. കത്തേ ഞാൻ പറഞ്ഞ സജസ്റ്റ് എന്ന വേർബിന്റെ കൂടെ to suggest to somebody അല്ലെങ്കിൽ suggest that somebody do this എന്നൊക്കെ പറഞ്ഞ പിന്നെ ഒരു ക്ലോസിലോട്ട് പോകാം. അല്ലെങ്കിൽ സജസ്റ്റ് ടു എന്ന് പറയുള്ളൂ, സജസ്റ്റ് ടു സമ്മൺ എന്ന് എപ്പോഴും പറയുള്ളൂ. സജസ്റ്റ് നേരെ ശേഷം ഒബ്ജക്റ്റ് വരരുത് എന്നാ പറഞ്ഞത്, തൊട്ടടുത്ത് ഒബ്ജക്റ്റ് വരരുതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഡെഫിസിറ്റ് ഓഫ് അഡിക്വേറ്റ് ബേസിക് കമ്മ്യൂണിറ്റീസ് മെയ്ഡ് ദ സം പീപ്പിൾ ടു മേക്ക് അലിഗേഷൻ ഫോർ ദെയർ നീഡ്സ്. ടോൾഡ് ഓക്കെയാണ്, ടോളിന് ശേഷം ഒബ്ജക്റ്റ് വരണം നിർബന്ധമായിട്ടും. Adequate amount of capital is needed for starting a new business. Okay. Yeah. Teacher made an allegation against the backbenchers. Great. An adequate surveillance is needed to control the perpetrator's action towards illegal discharging of effluents into Periyar. Okay. Great. Yes. Moving to next set നോക്കുക, unilaterally. എന്താണ് unilaterally എന്ന വാക്കിന്റെ അർത്ഥം? Unilaterally എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, സിംഗിൾ ഹാൻഡഡ്ലി, ഒറ്റയടിക്ക് ഒരാൾ തന്നെ ചെയ്യാണ്, ഒരു ഗ്രൂപ്പ് തന്നെ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലേ. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ, യൂണിലാറ്ററൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ ടോക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് കൺട്രീസ്, രണ്ട് ഗ്രൂപ്പ്സ്, രണ്ട് ആൾക്കാർ തമ്മിലുള്ള ടോക്കിന് ബൈലാറ്ററൽ എന്ന് പറയും. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ആളല്ലേ, ഒറ്റ ആൾ തീരുമാനിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. സോ ഇൻഡിപെൻഡന്റ്ലി, ഇൻഡിവിജ്വലി, സെപ്പറേറ്റ്ലി, അല്ലെങ്കിൽ സിംഗിൾ ഹാൻഡഡ്ലി എന്ന് പറഞ്ഞു, അതും കറക്റ്റാ. സിംഗിൾ ഹാൻഡഡ്ലി അല്ലെങ്കിൽ വൺ സൈഡഡ്ലി ഒക്കെ കറക്റ്റാ. സിംഗിൾ ഹാൻഡഡ്ലി, വൺ സൈഡഡ്ലി എന്നൊക്കെയുള്ള അർത്ഥവും കറക്റ്റാ. വൺ സൈഡഡ്ലി, സിംഗിൾ ഹാൻഡഡ്ലി എന്നൊക്കെയുള്ള അർത്ഥം യൂണിലാറ്ററലി എന്ന വാക്കിന്റെ അർത്ഥമാണ് കേട്ടോ. അടുത്ത വാക്ക് നോക്കുക, ആർബിട്രറിലി. ആർബിട്രറി എന്ന് പറഞ്ഞാൽ കപ്രീഷ്യസ്, വിംസിക്കൽ അല്ലെങ്കിൽ റാൻഡം എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഒരു കെയർലെസ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെയാണ്. സോ ആർബിട്രറിലി എന്ന് പറഞ്ഞാൽ കപ്രീഷ്യസ്ലി, അഡ്വേർബ് ആണ്. രണ്ടും ഈ യൂണിലാറ്ററലിയും ഇത് രണ്ടിനും യൂണിലാറ്ററൽ എന്ന അഡ്ജക്റ്റീവിന് ശേഷം LY വന്നേക്കുന്നതാണ് കേട്ടോ രണ്ടിടത്തും. അപ്പൊ അഡ്ജക്റ്റീവിന്റെ കൂടെ LY ഇട്ട് കൊടുത്താൽ നമുക്ക് അഡ്വേർബ് കിട്ടുവേ, അതൊന്നും എല്ലാവരും ഒന്ന് ഓർത്തോണം. അഡ്ജക്റ്റീവിന്റെ കൂടെ ഇട്ട് കൊടുത്താലേ കിട്ടുള്ളൂ എന്നും കൂടെ ഓർത്ത് വെച്ചോണം കേട്ടോ. അതോട് എല്ലാ LYയും അഡ്വേർബും അല്ല, അതാണ്. സോ കപ്രീഷ്യസ്ലി, കെയർലെസ്ലി, റാൻഡംലി ഓർ വിംസിക്കലി, അതാണ് ആർബിട്രറി എന്ന വാക്കിന്റെ അർത്ഥം, വിംസിക്കലി. ഓക്കെ. അടുത്താണ് ഇന്റർവെൻഷൻ. ഇന്റർവെൻ ചെയ്യുക, ഇന്റർവീൻ എന്നത് വേർബ് ആണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നൗണും വേർബും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പലരും അത് തെറ്റായിട്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ആ സെന്റൻസ് ഫ്രെയിം ചെയ്ത് കാണിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ തെറ്റായി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്റർവീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർബ് ആണ്. സോ ഇന്റർവെൻഷൻ, ഇന്റർവീൻ ചെയ്യുക, ഇൻവോൾവ് ചെയ്യുക, ഇന്റർസെസ് ചെയ്യുക, ഇന്റർസീഡ് ചെയ്യുക അല്ലെ. അപ്പൊ ഇന്റർവെൻഷൻ മീൻസ് ഇൻവോൾവിങ്, ഇന്റർസെഷൻ ഓർ ഇന്റർസീഡിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം അതിന് വേറൊരു മീനിങ് ഇത് പറയാം, മീഡിയേഷൻ അല്ലെ, ഇടപെടുവാണ് ഒരാൾ, ഇതിനെ മീഡിയേറ്റ് ചെയ്യാണ്. സോ ദാറ്റ് ഇസ് മീഡിയേറ്റ് എന്ന വേർബ് വരില്ലേ, അത് മീഡിയേഷൻ എന്നുള്ള അർത്ഥം. അടുത്ത വാക്ക് ഇസ് ആൻ അഡ്ജക്റ്റീവ്, ഫാർ റീച്ചിങ്. ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് എന്നൊക്കെ പറയില്ലേ, ഫാർ റീച്ചിങ് എഫക്ട് എന്നൊക്കെ പറയില്ലേ. ദാറ്റ് മീൻസ് എക്സ്റ്റെൻസീവ്, റാഡിക്കൽ, പ്രൊഫൗണ്ട്,
കാണത്തക്ക എവിഡൻ്റ് ആയിട്ടുള്ള കാണത്തക്ക റാഡിക്കൽ ആയിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മാറ്റം വരുത്താൻ പറ്റുന്നുള്ള അതിനാണ് ഫാർ റീച്ചിങ് എന്നൊക്കെ നമ്മൾ അർത്ഥം പറയാം കേട്ടോ. ഓക്കെ, അടുത്താണ് ക്വസ്റ്റ് ഫോർ സംതിങ് എന്ന് പറഞ്ഞില്ലേ, ക്വസ്റ്റ് ഫോർ സംതിങ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. നമ്മുടെ ആൽക്കമിസ്റ്റ് എന്ന ഇത് കണ്ടിട്ടില്ലേ എന്നല്ല സോറി, നമ്മുടെ ആൽക്കമിസ്റ്റ് എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ് ഫോർ അല്ലെ, സെർച്ച് ഫോർ ഗോൾഡ്, അതാണ് നിധി തേടിയുള്ള യാത്രയാണ്. സോ നിധി എവിടെയുള്ളത് അങ്ങനെ. സോ ക്വസ്റ്റ് ഫോർ സംതിങ്, ക്വസ്റ്റ് ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ് നൗൺ ആയിട്ടും വേർബ് ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. സോ സെർച്ച്, ഹണ്ട്, പെർസ്യൂട്ട്, വെഞ്ചർ, മിഷൻ എന്നൊക്കെ അർത്ഥം ഇതിനുണ്ട്. മിഷൻ, വെഞ്ചർ, പെർസ്യൂട്ട്, ഹണ്ട്, സെർച്ച് എന്നൊക്കെ അർത്ഥമുണ്ട്. സോ അതിന് നൗൺ ആയിട്ടും വേർബ് ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ, അത് ഓർത്ത് വെച്ചോളാം. ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി ഉണ്ട്, പക്ഷെ ഡെബിറ്റ് കാർഡുകാർക്കില്ല. ക്രെഡിറ്റ് കാർഡുകാർക്ക് മാത്രമേ ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി EMI ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. ഓൾറെഡി HCA ബാച്ചിലുള്ളവർക്ക് ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൽ തരുമോ? ഓൾറെഡി നമ്മുടെ HCA ബാച്ചിലുള്ളവർക്ക് ഇതുണ്ട്. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ ഓൾറെഡി ഇതിൽ തരുന്നുണ്ട്, മനസ്സിലായോ? തരുന്നുണ്ട് ക്ലാസ്. നമ്മുടെ 6 ബാച്ച് വരെ ഉള്ളവർക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകളും ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളും കഴിഞ്ഞു. ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള മിഷൻ HCA മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഇത് പോകും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച് തന്നെ പോകും. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സിന്റെ പ്രത്യേകത വെച്ചാൽ അത് കംപ്ലീറ്റ് ഡിസ്ക്രിപ്റ്റീവിന് മാത്രമായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്റ്റീവിന് വേണ്ട കാര്യങ്ങൾ, അതായത് 3 മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് essay, അതുപോലെ തന്നെ അതാ പറഞ്ഞത് നാളത്തെ വെബിനാറിൽ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഇസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് വാട്ട് ആർ ദ തിങ്സ്. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബിനാറിൽ നമ്മൾ ക്ലിയർ ആക്കി തരാം. ഓക്കെ, സോ അതാണ് നാളത്തെ വെബിനാറിന്റെ പ്രത്യേകത. ഓക്കെ, ക്ലിയർ ഐ ഗസ്. അപ്പൊ ഓൾറെഡി ബാച്ചിൽ മനസ്സിലായല്ലോ. അത് ഡോക്ടർ സജസ്റ്റ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ മൈ ഗുഡ് ഹെൽത്ത്. അങ്ങനെ പറയില്ല, അതാ പറഞ്ഞത്. സജസ്റ്റിന് ശേഷം അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടർ എന്ന് പറയുന്നത് എന്താ വന്നേക്കുന്നത്? ഒബ്ജക്റ്റ് അല്ല. അപ്പൊ സജസ്റ്റിന് ശേഷം ഒബ്ജക്റ്റ് അല്ല കൊടുക്കേണ്ടത്. ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഇസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് എന്ന് കൊടുത്തോട്ടെ കീർത്തി. ഓക്കെ, even a snippet of information is worthy. Yes, there was adequate snippet of evidence to prove the allegation against him. Okay. ഹായ് അജി, ഓൾറെഡി പെയ്ഡ് മെമ്പർ ആണോ? അജി അല്ലേ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചേ? ഐ മീൻ നമ്മളല്ലേ ഇന്നലെ മെയിലിലൂടെ കോണ്ടാക്ട് ചെയ്തേ? ഓൾറെഡി പെയ്ഡ് മെമ്പർ ആയ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഇനി നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പർച്ചേസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അപ് ടു യു ആണ്. നിങ്ങൾക്കറിയാം ഓരോരുത്തരുടെയും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന്റെ റൈറ്റിംഗ് സ്കിൽസ് എന്തോരമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ തന്നെ സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ തോന്നുവാണ് ഐ നീഡ് എ ബെറ്റർ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റണം, ഡിസ്ക്രിപ്റ്റീവ് എഴുതാൻ പറ്റണം, എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് തോന്നുവാണ് എങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ ഇത് വേണം, ഹെൽപ്പ് വേണം നിങ്ങളെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാനെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഉറപ്പായിട്ടും. അല്ലാത്തവർ ജോയിൻ ചെയ്യണമെന്നില്ല, ഒരു നിർബന്ധമില്ല. നോട്ട് അറ്റ് ഓൾ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, adequate amount of nutrients needed. Adequate amount of nutrients is needed കൊടുക്കണം കേട്ടോ. is needed നീതു, is needed എന്തുകൊണ്ടാ? പാസീവ് വോയിസ് അല്ല. അപ്പോൾ is needed for a healthy lifestyle. ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി പറഞ്ഞല്ലോ വിഷ്ണു. വി ഷുഡ് നീഡ് അഡിക്വേറ്റ് വൊക്കാബ് ഫോർ ബിൽഡ് അല്ല. ഫോർ കഴിഞ്ഞാൽ എന്ത് വരണം? ഫോർ കഴിഞ്ഞാൽ ജെറണ്ട് വാ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വാ. ജെറണ്ട് അല്ലെങ്കിൽ ജെറണ്ട് ഒബ്ജക്റ്റ് ആണല്ലോ ഒബ്വിയസ്ലി. സോ ഫോർ ബിൽഡിംഗ് എ ഗുഡ് എസ്സേ അല്ലെങ്കിൽ ടു ബിൽഡ് എ ഗുഡ് എസ്സേ വി ഷുഡ് നീഡ് അഡിക്വേറ്റ് വൊക്കാബ് ടു ബിൽഡ് എ ഗുഡ് എസ്സേ കൊടുക്കുക കേട്ടോ. അടുത്തത് the allegations stood invalid as there weren't any strong evidence available. Okay, Kerala unilaterally defended the CAA. Okay, he loved her unilaterally. Okay, all right. Adequate nutrients are necessary for the development of a body, otherwise it leads to deficit diseases. Okay, deficit diseases എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് എന്നാണ്. ഷോർട്ടേജ് ഡിസീസസ് എന്ന് പറയോ? ഇല്ല, ഇതിന് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഡിസീസസ് പറഞ്ഞോ, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് എന്ന് പറയാം. ലീഡ്സ് ടു ഡെഫിഷ്യൻസീസ് കൊടുക്കാം. Don't attend exam and arbitrarily. Okay, adequate snippet of evidence is produced before court by the witness. Okay, unilaterally, partiality. It's not partiality. Partiality. Unilaterally എന്ന് പറയുമ്പോൾ വൺ സൈഡഡ് പറയാം, ബയസ്ഡ് ആണെന്ന് പറയാം. പാർഷ്യാലിറ്റി TIA ആണ്, UA അല്ല. Usually in a patriarchal society, men take decisions unilaterally. ആപ്പ് നമ്മൾ ആപ്പിലൂടെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. iOS യൂസേഴ്സിന് മാത്രം വെബ്സൈറ്റിലൂടെ കയറാം. ബ്ലോഗിൽ നോക്കിയാൽ മതി, അതായത് നമ്മുടെ വെബ്സൈറ്റിലെ ബ്ലോഗിൽ നോക്കിയാൽ മതി കേട്ടോ.
Okay. Indian constitution hasn't been made unilateral but a collective leadership. Okay. She's always trying to take a unilateral decision in her group. Okay. David unilaterally killed Goliath with a stone. Okay. Shiva unilaterally attacked the group of goons. Okay. As there is nobody for intervention, he started his livelihood there and stayed afloat unilaterally. Okay. ആണ് വിഷ്ണു. ടെസ്റ്റ് സീരീസും സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. A snippet of knowledge can change the entire scenario. ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യണം, ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്തു. ആർക്കെങ്കിലും നമുക്കിത് ചെയ്യണം, നിങ്ങൾക്ക് റിവിഷന്റെ സമയമാണ്, ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പർച്ചേസ് 17% ഡിസ്കൗണ്ട് പ്ലസ് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് ടെസ്റ്റ് പാക്കുകൾക്കെല്ലാം. A snippet of knowledge can change the entire scenario. She is on quest of her destiny. Okay. Quest of her destiny. Okay. Women's എന്ന് പറയോ ശരണ്യ? വിമൻ എന്ന് പറയുമ്പോഴേ പ്ലൂറലാ. ശ്രദ്ധിക്കണേ, വുമൺ നോക്കിയേ, വുമൺ എന്ന് പറഞ്ഞാൽ സിംഗുലർ, MAN മാൻ പോലെ കേട്ടോ, മാൻ. വുമൺ സിംഗുലർ, വിമൻ ഓർ മെൻ, വിമൻ ഓർ മെൻ രണ്ടും പ്ലൂറൽ. അപ്പൊ പിന്നെ അതിൻ്റെ കൂടെ എസ് ഇട്ട് കൊടുക്കും ആരെങ്കിലും? ഇല്ല, ഇട്ട് കൊടുക്കരുത് കേട്ടോ. I am in quest to crack competitive exams to stand on my foot unilaterally. Okay, after marriage, I have done everything unilaterally. I am in the quest of finding the purpose of my life. Suvarna, are you? That's good. Quest for the meaning of my life. Intervention from outside sources disliked by our manager. Okay. India unilaterally developed INS Vikrant. One of the basic needs of a human is the necessity to take decisions unilaterally. Some government bodies take decision unilaterally and arbitrarily, only pay attention for big corporates. Okay. അപ്പം comma they only pay എന്ന് കൊടുക്കണം, comma they only pay attention എന്ന് കൊടുക്കുക കേട്ടോ. Some nowadays our economy depends on arbitrary trading. Okay. China takes unilaterally decision എന്ന് പറയില്ല, ഇങ്ങനെ പറയാം കേട്ടോ. ഗുരുദാസ് ഒരു ചേഞ്ച്. China takes decisions unilaterally in issues. Maya arbitrarily intervened in the marriage function of her friend. ഓക്കെ. അപ്പൊ ഈ മാനർ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? മായ ഇന്റർവീൻഡ് ഇൻ ദ മാരേജ് ഫംഗ്ഷൻ ഓഫ് എ ഫ്രണ്ട് ആർബിട്രറിലി. ഏറ്റവും അവസാനം സെന്റൻസിന് അവസാനം കൊണ്ട് കൊടുക്കുക കേട്ടോ. രോഹിണി അൺനെസറി ഇന്റർവെൻഷൻ ടു അതർ പീപ്പിൾ ലൈഫ്, അതേഴ്സിന്റെ ലൈഫ്, അതേഴ്സ് അപ്പസ്ട്രോഫി, എസ് കഴിഞ്ഞിട്ട് ഒരു എസ് ഇട്ട് കൊടുക്കുക, അപ്പസ്ട്രോഫി ഇട്ട് കൊടുക്കുക, എസ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി. ഇസ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. ഓക്കെ. വി കൻ ഈസിലി ക്വസ്റ്റ് എനിത്തിങ് ഫ്രം ഇന്റർനെറ്റ്. ഓക്കെ. The timely intervention of the court prevented the arbitrary action of the police against accused. Don't drive arbitrarily on the road to avoid accidents. Okay. ഓക്കെ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് നീതു, അങ്ങനെ എഴുതുമ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയോ? ഡോണ്ട് ഡ്രൈവ് ആർബിട്രറി, കെയർലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യരുത് ഓൺ ദ റോഡ് ടു അവോയ്ഡ് ആക്സിഡന്റ്. അതായത് അങ്ങനെ ഡ്രൈവ് ചെയ്യരുത് ആക്സിഡന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതുകൊണ്ട് എന്ത് വരും? ഡു നോട്ട് ഡ്രൈവ് ആർബിട്രറി ഓൺ ദ റോഡ് avoid accidents കൊടുക്കുക. അവിടെ ടു അവോയ്ഡ് പറയുമ്പോൾ അതിന്റെ മീനിങ് മാറി കേട്ടോ, മീനിങ്ങേ മാറി, സെൻസിന്റെ മീനിങ്ങേ മാറി. അപ്പോൾ ആൻഡ് അവോയ്ഡ് ആക്സിഡൻസ് കൊടുക്കുക. ഡോണ്ട് ഡ്രൈവ് ആർബിട്രറി ഓൺ ദ റോഡ് ആൻഡ് അവോയ്ഡ് ആക്സിഡൻസ്, അങ്ങനെ കൊടുക്കണം കേട്ടോ. She lost her pen because of her arbitrary action. Arbitrarily action അല്ല ആശ, arbitrary ആണ്. അതുപോലെ തന്നെ യൂണിലാറ്ററൽ ആണ് എന്ത് നമ്മുടെ adjective. Arbitrarily എന്ന് പറയുമ്പോൾ adverb. ഓക്കെ. Ritu arbitrarily drove the car അല്ല, Ritu drove the car arbitrarily കൊടുക്കണം കേട്ടോ. ഓക്കെ. HCയുടെ മാത്രമായിട്ട് ടെസ്റ്റ് സീരീസ് ഉണ്ടോ? ഉണ്ട്. HCയുടെ മാത്രമായിട്ട് ടെസ്റ്റ് സീരീസ് ഉണ്ട്, വേണം നമുക്ക്. ഞാൻ ഇപ്പോൾ തന്നെ അതിന്റെ ലിങ്ക് അയക്കാം. Leader was selected unilaterally by the members and as a part of the speech leader proclaimed he will make sure the intervention of every member in the activities conducted. Okay. HC mock test ആപ്പിൽ കാണുന്നില്ല, ഞാൻ ഇപ്പോൾ തരാലോ. Quest for knowledge never ends. ഇപ്പോൾ the aspirant. Many people believe that government's ഇതൊന്ന് വായിച്ചു കഴിഞ്ഞോട്ടെ. Many people believe that government's arbitrary approach is the reason behind the surge of second COVID wave. Many people believe that government's arbitrary approach is the reason behind the surge of second COVID wave. Correct ആണ്. ടെക്സ്റ്റ് ഓർഡർ, ടെക്സ്റ്റ് ബുക്ക് എത്ര കാലമായി? അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇൻ ദ സെൻസ് നമ്മുടെ HCയുടെ ബുക്ക് അല്ലേ, എത്ര കാലമായി ഓർഡർ ചെയ്തിട്ട്? 10 ദിവസത്തിനുള്ളിൽ കിട്ടും. 10 ദിവസം എങ്കിലും എടുക്കും കേട്ടോ, കാര്യം അത് ഡിസ്പാച്ച് ചെയ്ത് വരണ്ടേ, അപ്പോൾ അതിനുള്ള സമയം എടുക്കും. ഞാനിപ്പോൾ തന്നെ അതിൻ്റെ തരാട്ടോ നിങ്ങൾക്ക്. ഓക്കെ. ഒന്ന് വെബ്സൈറ്റ് ഒന്ന് ലോഡ് ആയിക്കോട്ടെ. ഓക്കെ.
ഒരു കറക്ഷൻ ഉണ്ട്. എനിക്കൊരു മെസ്സേജ് ഇപ്പോൾ വന്നിരുന്നു. ഇറ്റ്സ് നോട്ട് ഡൗൺലോഡബിൾ ഫ്രം ദ ഇത് കേട്ടോ. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല ബ്ലോഗിൽ നിന്ന്, നിങ്ങൾക്ക് ആപ്പിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ആപ്പിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇത്. സോ ഐ എം സോ സോറി, ബ്ലോഗിൽ പറ്റില്ല, ആപ്പിൽ മാത്രമേ നമ്മുടെ 1000+ വൊക്കാബ് നിങ്ങൾക്ക് അവൈലബിൾ ആകുള്ളൂ. ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടെസ്റ്റ് സീരീസിന്റെ ലിങ്ക് ഇതാണ് കേട്ടോ. ഇതാണ് ടെസ്റ്റ് സീരീസിന്റെ ലിങ്ക്. നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ 25 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് അവൈൽ ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ലിങ്ക്. ഇപ്പം ഞാൻ അയച്ചത് ലാസ്റ്റ് അയച്ചുണ്ടോ. ഓക്കെ, ടെസ്റ്റ് സീരീസിന് ടെസ്റ്റിന് കൊടുത്തോണ്ട് അതാണ് കേട്ടോ ലിങ്ക്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം കേട്ടോ. മൈ ക്വസ്റ്റ് ഫോർ കമ്മ ഈസ് നെവർ എൻഡിങ്. എവറിബഡീസ് Kartika. The quest for knowledge will make you a better person. Yeah. Unilateral intervention over lack by China has a far-reaching result over India's quest for peace. Yeah. The influence of teachers has a far-reaching effect in the life of a student. Yes. The politicians always hurry because of the intervention of Supreme Court, which leads to judicial reviews. Is leads to allato Sharate, which leads to judicial reviews. Skillful. Sheetal double L illa. Skill in a double L under, but skillful in a oru L. SKILFUL. Okay. The intervention of a good teacher will have far-reaching effects on the quest for knowledge. Okay, accident was happened because he used the car arbitrarily. Okay, vendors of Ernakulam district got license. License is spelling in okay. Soumya, license as a noun. LI noun ആയിട്ട് വരുമ്പോൾ ഞാൻ എന്താ പറഞ്ഞേക്കുന്നത്? LICNCE noun. SC വന്ന verb ആയി. That's a difference കേട്ടോ. For venting in a wake of timely intervention of High Court against improper roadside venting. Okay, snippet knowledge. Snippet, not spinet. Snippet knowledge is not enough to get a better job. Snippet knowledge, not spinet. കേട്ടോ, spelling ശ്രദ്ധിക്കണേ. The intervention of the RBI to constitute bad banks would help banks to avoid NPS. I always annoyed with the intervention of the neighbors in my personal matters. ടെസ്റ്റ് സീരീസിൽ ഡിസ്ക്രിപ്റ്റീവ് ഇല്ലില്ല ശ്രീകുട്ടൻ. നോ ഡിസ്ക്രിപ്റ്റീവ് ഇല്ല. HCA ഡിസ്ക്രിപ്റ്റീവിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ബട്ട് അഡയുടെ ഡിസ്ക്രിപ്റ്റീവിനുള്ള എസ്സേയും ലെറ്റർ റൈറ്റിംഗും അങ്ങനെയുള്ളതൊക്കെ ഉള്ള ഒരു അഡ 24/7 ഒരു ഡിസ്ക്രിപ്റ്റീവ് ബുക്ക് അവൈലബിൾ ആണ്. ആമസോണിൽ അവൈലബിൾ ആണ്. നല്ല റേറ്റ് കുറവ്. ആമസോണിൽ അവൈലബിൾ ആണ്. അഡയുടെ തന്നെ നമ്മുടെ നല്ലതാണ്. ടോപ്പ് 3 ബെസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ബുക്സിൽ ഒന്നാണ് അഡയുടെ ബുക്ക്. യു ക്യാൻ യൂസ് ഇറ്റ്. ഡിസ്ക്രിപ്റ്റീവ് ബുക്ക് നല്ല ബുക്കാണ്. പക്ഷേ നമ്മുടെ HCAക്ക് വേണ്ടി സ്പെഷ്യൽ ഇറക്കിയിട്ടില്ല കേട്ടോ. സോറി ഫോർ ദാറ്റ്. Geo made a far-reaching impact in usage of internet. The quest for കാരണം ബാങ്കിങ്ങിനും എല്ലാത്തിനും ഭയങ്കര ഫേമസ് ആണ് അഡ 24/7. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. The quest for success requires a lot of practice and discipline. His intervention. Blue Wings, his intervention. അവന്റെ intervene ആണോ? Noun അല്ലേ വേണ്ടത്. His intervention helps to make far-reaching effort. Helps to make intervention singular. Helps to make far-reaching effect on youth. People do not like intervention of other people into their personal property. Yeah. Mahapack, shall I get HCA descriptive class? ഇല്ല ബെനിത ഇല്ല. HCA descriptive ക്ലാസ്സുകൾ നിങ്ങൾ ഒരുപാട് അയച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഇറ്റ്സ് എ പ്രീമിയം ബാച്ച് ഒഴിച്ച് ബാക്കി ഒന്നിനും അല്ലാത്ത എല്ലാ കോഴ്സും നമുക്ക് തരാം. ഇത് സ്പെഷ്യൽ ഒക്കേഷൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾ അവൈൽ ചെയ്യാൻ. ഡിസ്ക്രിപ്റ്റീവ് വേറെ എവിടെ നമ്മൾ കൊടുക്കുന്നില്ല. ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ കൊടുക്കുന്നില്ല. സെപ്പറേറ്റ് പാക്ക് ആയിട്ട്. അതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് പാക്ക് മഹാപാക്കർക്ക് കിട്ടൂല കേട്ടോ. In order to get the appreciation she has done to work unilaterally. Intervention in the middle of his speech raises temper. Every intervention regarding success. For വേണ്ട. ഒന്നെങ്കിൽ for അല്ലെങ്കിൽ regarding. രണ്ടോട് ഒരുമിച്ച് ഉപയോഗിക്കില്ല കേട്ടോ നിഷാന. Every intervention regarding success അല്ലെങ്കിൽ every intervention for success depends upon our view. The opposition is causing needless impediments by arbitrarily raising and substantial allegations a matter of Silver Line project. Okay. ആപ്പിൽ നിന്നേ പറ്റുള്ളൂ ഗൗരി. അതാണ് അങ്ങനെ ഒരു പ്രൊഫഷൻ ഇവിടെ അവൈലബിൾ ഉള്ളൂ. ആപ്പിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചെയ്യേണ്ടതെന്ന്. നിന്നൂസ് ഇന്റർവെൻഷൻ ഹെൽപ്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മുടെ ലൈവിൽ തന്നെ കുട്ടികൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്തു. ആൻഡ് ദേ ടോൾഡ് മീ ദാറ്റ് ദേ ഡൗൺലോഡഡ്. അവർ പറഞ്ഞല്ലേ. അത് ഗൗരി ഒന്ന് ശ്രമിച്ച് നോക്കൂ. യു വിൽ ഗെറ്റ് ഇറ്റ്. അല്ലെങ്കിൽ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാൽ ഇനി എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. നീനൂസ് ഇന്റർവെൻഷൻ ഹെൽപ്സ് us അല്ല help us അല്ല ശരണ helps us. നീതുവിന്റെ ഇന്റർവെൻഷൻ helps us to perform better in exams. A Supreme Court intervened whenever there is a conflict between center and state. Ram took a big decision in his life unilaterally. The unilateral decision took by the university demanded the intervention of the government. The dictators ഉദ്ദേശിക്കുന്നത് could have come up with far-reaching revolution if they had
Intel ministers. Okay, yes. അപ്പോൾ അല്ലേ came up അല്ല come up, third form come അല്ലേ ശരത്തെ. Particle are in arbitrary motion. Okay, the quest for the answer intervened much difficulty. Okay, I can put up with my relatives can't behave because relatives കഴിഞ്ഞിട്ട് ഒരു apostrophe കൊടുക്കുക കേട്ടോ, because they always quest what I'm doing. Great. Moving to next one, nuance എന്ന് പറഞ്ഞാൽ ഫൈൻ ഡിസ്റ്റിങ്ഷൻ, ഒരു നേരിയ ഒരു വ്യത്യാസം, അതിനെയാണ് നുവാൻസ് എന്ന് പറയാം. ഷെയ്ഡ്, വേരിയേഷൻ എന്നൊക്കെ അർത്ഥം noun ആയിട്ടും verb ആയിട്ടും ഉപയോഗിക്കാം. അടുത്തത് ഇൻകൺക്ലൂസീവ്, ദാറ്റ് മീൻസ് ഇൻഡിസിസീവ്, ഡിസിഷൻ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഡെഫിനിറ്റ്, അൺറിസോൾവ്ഡ്, അൺസെറ്റിൽഡ്, അങ്ങനെയാണ്. അൺസെറ്റിൽഡ് ആയ ഒരു കാര്യമാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻകൺക്ലൂസീവ് എന്നാണ് അർത്ഥം. കൺക്ലൂസീവ് ആയിട്ടില്ല, അതിനൊരു തീരുമാനം ആയിട്ടില്ല എങ്കിൽ, നടപടി ആയിട്ടില്ല, ദാറ്റ്സ് ഇറ്റ്, ഇൻകൺക്ലൂസീവ്. അഡ്ജക്റ്റീവ് ആണ്. ഡെഡ്ലോക്ക് മീൻസ് തീർന്നു, എൻഡ് ആണത്. സ്റ്റെയിൽമേറ്റ്, ഇംപാസേ, അവിടെ നിന്നു. ഹോൾട്ട്, സ്റ്റോപ്പ് എന്നൊക്കെ അർത്ഥമുണ്ട്. തീർന്നു, പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. യു ആർ സ്റ്റക്ക് ദെയർ. ദാറ്റ് ഈസ് നൗൺ ആയിട്ട് ഉപയോഗിക്കും. വെർബ് ആയിട്ട് ഉപയോഗിക്കും. ടൈ, കെട്ടുക. ഡെഡ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കെട്ടുക എന്നൊരു അർത്ഥം കൊണ്ടുണ്ട്. വെർബ് ആയിട്ടും ഉപയോഗിക്കാം. അടുത്ത വാക്ക് കൊളാപ്സ്. കൊളാപ്സ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ടും വെർബ് ആയിട്ട് ഉപയോഗിക്കാം. കൊളാപ്സ് ഓഫ് ദ ബിൽഡിംഗ് എന്നൊക്കെ പറയില്ലേ. സോ കൊളാപ്സ് ഓഫ് ദി ട്രേഡ് സെന്റർ അല്ലേ എന്നൊക്കെ പറയില്ലേ. ദാറ്റ്സ് ഇറ്റ്. അപ്പോ യെസ്, കൊളാപ്സ് എന്ന് പറയുമ്പോൾ സബ്സൈഡ്, ക്രംബിൾ, ദെൻ ഫെയിന്റ്, പാസ് ഔട്ട്, മയങ്ങി വീടുക അല്ലെ, ബോധം കെട്ട് വീടുക, അന്നും കൊളാപ്സിന് അർത്ഥമുണ്ട്. സോ അതിൽ വെർബായിട്ട് വരുമ്പോൾ നൗൺ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സബ്സിഡൻസ് എന്ന് പറയാം. സബ്സിഡൻസ്, ക്രംബ്ലിംഗ്, ഫെയിന്റിങ് എന്നൊക്കെ പറഞ്ഞു. ഫെയിന്റിങ്, പാസിംഗ് ഔട്ട്. ഓക്കെ, പറയാം. നൈവ് എന്ന വാക്കിന്റെ അർത്ഥം അഡ്ജക്റ്റീവ് ആണ്. അൺസോഫിസ്റ്റിക്കേറ്റഡ്, അത്യാവശ്യം നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത, അത്യാവശ്യം പുതിയ കാര്യങ്ങളെ പറ്റി ഒന്നും അറിവൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ യു സേ ദാറ്റ് ഈസ് യുവർ നെയ്വ് അപ്രോച്ച്. യു ഹാവ് എ നെയ്വ് അപ്രോച്ച്. യു ആർ നെയ്വ്, അൺസോഫിസ്റ്റിക്കേറ്റഡ്, ആർട്ട്ലെസ്, ഇൻഎക്സ്പീരിയൻസ്ഡ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഓർത്ത് വെച്ചോളാം കേട്ടോ. I get that is clear. Okay. Download ചെയ്തോ ശുഭ ഡൗൺലോഡ് ചെയ്തല്ലോ. ഗൗരി, ശുഭ ഡൗൺലോഡ് ചെയ്തല്ലോ. The quest for knowledge should be the far-reaching goal for every student. Okay, people are not aware about the far-reaching aspects of coronavirus. Okay, Ajanta download ചെയ്തല്ലോ. Great. Yes, the Indian Air Force pilot Abhinandan Varthaman unilaterally carried out airstrikes in the terrace of Pack, whose jet was subsequently shot down. Okay, the quest for finding new things enhances our knowledge. Yes, when I was questing for better way to learn HC exam, accidentally I found Ada. Okay, great. There is a nuance between the words need and want. Yes, there is a nuance between the words need and want. Of course, that's not easy to break the deadlock of the case since it needs more physical hard working. Okay, hard working എന്ന് വേണ്ട ശരത്തെ, physical hard work അത് മതി. Physical hard work. Okay, moving on to next set. ലാസ്റ്റ് സെറ്റ് ഓഫ് സിനോണിംസ് ആണ്. എന്നിട്ടും ആർട്ടിക്കിളിലോട്ട് പോകണം. സ്റ്റോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഡ്ജക്റ്റീവ് ആണ്. സ്റ്റോൾവോട്ട്, ലോയൽ, വിശ്വസ്തം, ഫെയ്ത്ത്ഫുൾ, ട്രസ്റ്റി, ഡിവോട്ടഡ് എന്നൊക്കെയാണ് സ്റ്റോഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം. ഒരു പുതിയ വാക്ക് കിട്ടില്ലേ, സ്റ്റോൾവോട്ട്. സ്റ്റോഞ്ച് ആണ്, ലോയൽ ആണ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ആൻഡ് കൺസെൻസസ് എപ്പോഴും പറയുന്ന വാക്കാണ്. ദാറ്റ് ഈസ് നൗൺ ആണ്. മറ്റേത് സ്റ്റോഞ്ച് അഡ്ജക്റ്റീവ് ആണ്. സോ സ്റ്റോഞ്ച് ബിലീവർ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ പറയാറുണ്ട്. ലോയൽ ബിലീവർ എന്നൊക്കെ പറയില്ലേ, ഇതാണ്. സ്റ്റോഞ്ച് വർഷിപ്പർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്റ്റോഞ്ച് ക്രിറ്റിക് എന്നൊക്കെ പറയുന്നുണ്ട്. സോ കൺസെൻസസ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. അഗ്രിമെന്റ്, ഹാർമണി, കോൺകോർഡ്, അക്കോർഡ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ്. സോ ദാറ്റ്സ് ഇറ്റ്. കൺസെന്റ് എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ. കൺസെന്റ് എന്നൊരു അർത്ഥമുണ്ടേ. കൺസെന്റ് അനുവാദം എന്നുള്ള അർത്ഥം. ടോപ്പിൾ വേർബാണ്. ഫോൾ, ടമിൾ, ഓവർടേൺ, ഓവർത്തോൺ, ഒന്ന് വീഴുക എന്നുള്ള അർത്ഥം. ഓവർത്രോ വീഴ്ത്തുക അല്ലെങ്കിൽ പുറത്താക്കുക, ഔസ്റ്റ് പുറത്താക്കുക അല്ലെ, പുറത്താക്കുക എന്നുള്ള അർത്ഥം. എക്സ്പെൽ അല്ലെ, ആ അർത്ഥം കൂടി ഉണ്ട്. നോക്കണേ, പുറത്താക്കുക, ഓവർത്രോ ചെയ്യുക, ടോപ്പിൾ ചെയ്യുന്നുള്ള അർത്ഥം കേട്ടോ. ടോപ്പിൾ മീൻസ് ഫോൾ, തന്നെ വീഴുക എന്നുള്ളതുകൊണ്ട് പുറത്താക്കുക എന്നുണ്ട്. ടോപ്പിൾ സംബഡി എന്നൊന്നും പറയാം. രണ്ട് രീതിയിൽ. അപ്പോൾ ട്രാൻസിറ്റീവായിട്ടും ഇൻട്രാൻസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്, വേർബാണ് ടോപ്പിൾ. അടുത്താണ് അബ്രസീവ്. അബ്രസീവ് ഈസ് എൻ അഡ്ജക്റ്റീവ്. മീനിങ് ഇതാണ്. ഗ്രൈൻഡിങ്, കട്ടിങ്, മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന, വേദനിപ്പിക്കുന്ന, ഉപദ്രവകരമായ എന്തെങ്കിലും ആണെങ്കിൽ യൂസ് ചെയ്യ അബ്രസീവ്. ഗ്രൈൻഡിങ്, കട്ടിങ്, ഗ്രേറ്റിംഗ്, കൊറോസീവ്. കൊറോസീവ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യിപ്പിക്കുന്ന അത്ര ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള എന്തെങ്കിലും ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് അബ്രസീവ്. ഇറ്റ്സ് അബ്രസീവ് എന്ന് പറയില്ലേ, അതാണ്. യുവർ നേച്ചർ ഇസ് അബ്രസീവ്. അതായത് കുറച്ച് പ്രശ്നമാണ്, എന്തോ ഒരു പ്രശ്നകാരിയാണ്. ദാറ്റ്സ് ഇറ്റ്. പ്രോബ്ലം ചൈൽഡ്, അബ്രസീവ് ചൈൽഡ് എന്നൊക്കെ പറയാം. ദാറ്റ്സ് ഇറ്റ്. ടാക്ടിക്കൽ. അടുത്താണ് ടാക്ടിക്കൽ അപ്രോച്ച്. കാൽക്കുലേറ്റഡ്,
ചിന്തിച്ച് കണക്ക് കൂട്ടിയെടുക്കുന്ന ഒരു പരിപാടി. പ്ലാൻഡ്, പ്ലോട്ടഡ്, പ്രൂഡന്റ് എന്നുള്ളതാണ് ടാക്ടിക്കൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം. Okay, Ram always compete with Rekha, but in order to win her is a far-reaching process. Okay, in order to win her എന്ന് പറയില്ല. In order to win her, but to win her മതി. In order to win her വേണ്ട. To win her is a far-reaching process. In order to win her വേണ്ട. In order to win ചെയ്യാൻ വേണ്ടി എന്നുള്ള അർത്ഥം വരും. അത് വേണ്ട. കേട്ടോ? She collapsed on hearing the shocking news. Okay, unilateral love is the cause of attacks these days. Okay, yes. Single-sided. Yes, Ajanta, clear. That situations പറയുമോ ശരത്തെ? That എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? That എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. That എന്ന് പറഞ്ഞ ഡിമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. That എന്തിനോട് ഉപയോഗിക്കുന്നത്? സിംഗുലർ ആണ്. ദോസ് ആണ് അതിന്റെ പ്ലൂറൽ. അപ്പൊ ദാറ്റ് അലിഗേഷൻസ് എന്ന് പറയുമോ? ഇല്ല, ദാറ്റ് അലിഗേഷൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്ത് പറയണം? ശരത്ത് മാറ്റിക്കത്. ദാറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയാം. ദാറ്റ് സിറ്റുവേഷൻ എന്ന് പറയുമോ? തെറ്റ്. ദോസ് സിറ്റുവേഷൻസ് കേട്ടോ, അല്ലെങ്കിൽ ദാറ്റ് സിറ്റുവേഷൻ എന്ന് പറയണം. ഇപ്പൊ ഇവിടെ നമുക്ക് വേണ്ട സിറ്റുവേഷൻസ് പ്ലൂറൽ അല്ലേ. സോ ദോസ് സിറ്റുവേഷൻസ് ആർ കൊളാപ്സ് ദിസ് ജങ്ക്ചർ മൈ ഡിയർ. ആസ് കൊളാപ്സ് എന്ന് പറയില്ല. ആർ കൊളാപ്സ് എന്ന് പറയില്ല. ആർ കൊളാപ്സിംഗ് ദിസ് ജങ്ക്ചർ മൈ ഡിയർ എന്ന് പറഞ്ഞു. Actors attack case is still inconclusive. Yes. My brother is a stone supporter of mine in the family. Oh, great. അല്ലേ, കൊള്ളാം. സപ്പോർട്ട് ഉണ്ട് കൂടെ, നന്നായി. Me or mine ഓ? ഏതാ? ഓഫ് മൈൻ. സപ്പോർട്ടർ ഓഫ് മൈൻ. എന്റെ സപ്പോർട്ടർ ഓഫ് മീ മതി. സപ്പോർട്ടർ ഓഫ് മീ. സപ്പോർട്ടർ ഓഫ് മീ. അവിടെ മൈൻ വേണ്ട. ശരിയാ സുവർണ, മീ മതി. സപ്പോർട്ടർ ഓഫ് മീ. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, മൈ ബ്രദർ ഈസ് എ സ്റ്റോൺ സപ്പോർട്ടർ അല്ല, ഈസ് മൈ സപ്പോർട്ടർ എന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ കുഴപ്പമില്ല. അപ്പോൾ മൈൻ എന്റേത് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഓഫിന്റെ ആവശ്യമില്ല. ഓഫും പൊസസീവ് കേസോട് ഒരുമിച്ച് വരത്തില്ല. അതാണ് പ്രശ്നം. അപ്പൊ എന്ത് കൊടുക്കണം? ഓഫ് മൈൻ വേണ്ട, ഓഫ് മീ പറഞ്ഞാൽ മതി. ഓഫ് മീ. He is a stone friend. Okay, the new nuance of COVID-19 virus is dealt across. Yes, he's a stone friend. Okay, the consensus between political parties is necessary to prevent deadlock in solving emergency situations. Okay, nuance of his work resembles hers. Hers in അവിടെ apostrophe വേണ്ടല്ലോ കാർത്തിക. Hers already ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു വാക്ക് ഉണ്ടല്ലോ, ഉണ്ട്. apostrophe ഇട്ട് കൊടുക്കുന്നത് is wrong. apostrophe ഇട്ട് കൊടുത്തത് wrong ആയി കേട്ടോ. ഹേഴ്സിന് അപ്പസ്ട്രോഫി ഇല്ല. ഇറ്റ്സ് ഓൾറെഡി പ്രൊനൗൺ. പ്രൊനൗണുകൾക്ക് ഒരിക്കലും അപ്പസ്ട്രോഫി ഇല്ല. ഒരേ ഒരു പ്രൊനൗണേ ഉള്ളൂ അപ്പസ്ട്രോഫി ഉള്ളൂ. അതേതാ? വൺസ്. ഇത് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു പ്രൊനൗൺ വിത്ത് അപ്പസ്ട്രോഫി ഈസ് വൺസ്. വേറെ ഒരു പ്രൊനൗണിനും അപ്പസ്ട്രോഫി ഇല്ല കേട്ടോ. അത് ഓർത്ത് വെച്ചോളാം. Our naive approach to the exam made it very tough. Great. It is always best to have a staunch friend in our life, in your life. Okay. And 24/7 is a staunch app available nowadays. Thank you, and we are so glad. Bradycardia causes collapsing sometimes. Okay. All right. Hindrance force us to be in deadlock. Okay. The staunch dog toppled on the bonnet of the car and broke his legs. Okay. India should be tactical regarding its border disputes. Yes. For nabbing terrorists, we must have a very tactical approach. Yeah. Our army has a tactical movement in wars. Okay. She always topples over people's flattery. Okay. Her staunch work always forces her to complete after deadline. Okay. Pets love is staunch. പെറ്റിന്റെ ലവ് ആണ്, പെറ്റ്സിന്റെ ലവ് ആണ്. അപ്പൊ പെറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു എപ്പസ്ട്രോഫി കൊടുക്കണേ. നീതു പെറ്റ്സ് ലവ് കൊടുക്കണം. സ്റ്റോൺ ടു ഹിസ് മാസ്റ്റർ. അപ്പൊ പെറ്റിന്റെ, അപ്പൊ എന്ത് കൊടുക്കുക? പെറ്റിന്റെ എന്നാണെങ്കിൽ പെറ്റ് ആഫ്റ്റർ എപ്പസ്ട്രോഫീസ് കൊടുക്കുക. പെറ്റ്സുകളുടെ എന്നാണെങ്കിൽ പെറ്റ്സ് കഴിഞ്ഞിട്ട് എപ്പസ്ട്രോഫി മാത്രം കൊടുക്കുക. ഓക്കെ. A successful person always consider a problem in life as a step to success rather than a deadlock. Great. There's a nuance in terms of local dialect among the natives of Kasaragod. Yeah. I'm stoned to my parents always. Oh, that's great. Moving to today's article, everyone. Today's article is entitled Trust Deficit. അപ്പോൾ ട്രസ്റ്റ് ഡെഫിസിറ്റ്, ട്രസ്റ്റിന്റെ ഒരു ഷോർട്ട് കമ്മിങ്, ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. അതായത് വിശ്വാസത്തിന്റെ ഒരു കുറവുണ്ട്, അണ്ടർ സപ്ലൈ ആണ്. അധികം നമുക്ക് വിശ്വാസം നന്നായിട്ട് കിട്ടുന്നില്ല. എവിടെ നിന്നാണ്? ലെറ്റ്സ് റീഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സിനിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് എല്ലാം മനസ്സിലായെങ്കിൽ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് എവ്രിവൺ. അപ്പൊ എല്ലാവരും ലൈക്ക് ഇട്ടോളൂ. ഒന്ന് ലൈക്ക് ഇട്ട്. ഇത്ര പേരില്ലേ, 100-ൽ പരം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് ചെയ്യുക and share it among friends. Okay. Actor Dilip was. Okay. I will check once the class is over. Okay, Gauri, great. Actor Dilip was toppled away from Amma organization. His abrasive nature made the authorities to topple him out of the company. Okay, tactical approaches needed to crack the. Tactical approaches are needed. Mahima are needed. Tactical approaches are needed to tackle the competitive exam. Okay, Gauri, great.
may topple from our class. Ours college ഓ ഇപ്പൊ ഞാൻ പറഞ്ഞുള്ളൂ ആശ, അവർ കോളേജ്, അവേഴ്സ് കോളേജ് വേണ്ട, അവർ കോളേജ്. പ്രൊനൗണിന്റെ കൂടെ ഒരിക്കലും എന്ത് കൊടുക്കില്ല, അപ്പസ്ട്രോഫി കൊടുക്കില്ല. ഒരേ ഒരു പ്രൊനൗൺ വിത്ത് അപ്പസ്ട്രോഫി ഇസ് one. Okay, clear? Moving on, India's consensus within India toppled due to abrasive issues in the border. Okay. Sohn's consensus has he toppled. In after his Sohn's consensus, he toppled. Okay, great. Move on to the article. അപ്പോൾ നമുക്ക് തുടങ്ങാം. The imbalance of power in relation between tech platforms and new publishers is worrying. ഞാൻ പറഞ്ഞു ഇന്നത്തെ ആർട്ടിക്കിളിലെ പ്രോബ്ലം എന്താ പറയുന്നത്, നമ്മുടെ പബ്ലിഷേഴ്സിനെ, ന്യൂസ് മീഡിയയെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിനെ പറ്റിയുള്ളതാണ്. നോക്കാം. The imbalance of power ബാലൻസ് ഇല്ല ഇൻ റിലേഷൻസ് ബിറ്റ്വീൻ ടെക് പ്ലാറ്റ്ഫോംസ്, ടെക്നിക്കലിന് വേണ്ടി നമ്മൾ ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോംസ് ആൻഡ് ന്യൂസ് പബ്ലിഷേഴ്സ് ഇസ് വറിയിങ്. അവർ തമ്മിലുള്ള ഒരു ബാലൻസ് കീപ്പ് ചെയ്യാത്തത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. The decision of India's competition watchdog to order investigations into Google following allegations by the country's digital news publishers that it has broken antitrust laws marks a significant moment in country where the fortunes of the news media industry have been on downward path. The development is not a total surprise, for government in many countries such as Australia and France have used their political capital in recent years to try. അപ്പൊ ഇന്ത്യയുടെ കോമ്പറ്റീഷന്റെ ഡിസിഷൻ ഓഫ് ഇന്ത്യയുടെ കോമ്പറ്റീഷൻ വാച്ച് ഡോഗ് എന്ന് പറയുന്നു ടു ഓർഡർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ഗൂഗിളിൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട്, ഗൂഗിളിനെതിരെ ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമുണ്ട് എന്ന് ഇന്ത്യയുടെ കോമ്പറ്റീഷൻ വാച്ച് ഡോഗ് പറഞ്ഞു. ഫോളോയിങ് അലിഗേഷൻസ് ഉണ്ട്, അതിനുള്ള ക്ലെയിം ഉണ്ട്. എന്താ ക്ലെയിം? ബൈ ദ കൺട്രീസ് ഡിജിറ്റൽ ന്യൂസ് പബ്ലിഷേഴ്സ്. അപ്പോൾ ക്ലെയിം പറഞ്ഞിരിക്കുന്നത് കൺട്രിയുടെ ഡിജിറ്റൽ ന്യൂസ് പബ്ലിഷേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇവ എന്താ ബ്രേക്ക് ചെയ്തത്? ആന്റി ട്രസ്റ്റ് ലോസ് ബ്രേക്ക് ചെയ്തു. അപ്പൊ ആന്റി ട്രസ്റ്റ് ലോസ് ഏതാണെന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും US എസ്പെഷ്യലി ലെജിസ്ലേഷനിൽ ഉള്ളതാണ് ആന്റി ട്രസ്റ്റ് ലോസ് ഉണ്ട്. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോസ് ആണ്. നിങ്ങൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തു ഗൂഗിൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഇറ്റ് സ്റ്റാർട്ട് ഫ്രം USA ഓൺലി. അതുകൊണ്ട് അപ്പോൾ അതിനാണ് നമ്മുടെ പബ്ലിഷേഴ്സ് പറഞ്ഞു, ന്യൂസ് പബ്ലിഷേഴ്സ് പറയുന്നു അവർ ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് എതിരെ, ഗൂഗിളിനെതിരെ അതെന്ത് വേണം, നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വലിയൊരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻറ്റ് മൊമെന്റ് ആണ് കൺട്രിയിൽ. വേർ ന്യൂസ് ഇൻഡസ്ട്രി, ഫോർച്യൂൺസ് ഓഫ് ദ ന്യൂസ് ഇൻഡസ്ട്രി ഹാവ് ബീൻ ഓൺ ഡൗൺ പാത്ത്. നമ്മുടെ സാധാരണ ന്യൂസ് ഇൻഡസ്ട്രി, മീഡിയ ഇൻഡസ്ട്രിയിൽ, ന്യൂസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് ഫോർച്യൂൺ കൊണ്ടുവരുന്നവരാ. അപ്പോൾ ഫോർച്യൂൺസ് കൈപ്പറ്റുന്നവരാ. അത് ഈയിടെയായിട്ട് വളരെ ഡൗൺ പാത്താണ്, ആകെപ്പാടൊരു ശുഷ്കിച്ച് പോവാണ്. അപ്പൊ അത് വളരെ ഡെവലപ്മെന്റ് ഇസ് നോട്ട് എ ടോട്ടൽ സർപ്രൈസ് അല്ലെ. ഡെവലപ്മെന്റ് നടക്കുന്നു എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല, കാര്യം അവരങ്ങനെ പൈസ സമ്പാദിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഫോർച്യൂൺ കുറയുന്നു, ഡൗൺവേർഡ് പാത്തിലോട്ടാണെന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ സർപ്രൈസ്, ദാറ്റ്സ് എ ടോട്ടൽ സർപ്രൈസ്. അപ്പോൾ പല കൺട്രീസിലും സച്ച് ആസ് ഓസ്ട്രേലിയ, ഫ്രാൻസ് പോലുള്ള കൺട്രികളിൽ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഈയിടെയായിട്ട് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഇൻസ്റ്റൻസസ് വന്നിട്ടുണ്ട്. അതിൽ ഇന്റർവെൻഷൻ ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. അതിന്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കാം. ഇൻ ദ റീസെന്റ് ഇയേഴ്സ് try and correct the enormous imbalance that exists between big technology companies that control the news in the digital sphere today and the traditional journalism industry that keeps the wheels of news running, thereby also creating the basis for the conversations that are so important in democracy. The investigations have been ordered on the basis of a complaint by India's Digital News Publishers Association, which has alleged that Google not only dominates the market for information, but also abuses this dominance. It does so, the association has alleged, by not providing a fair. അപ്പോൾ പറയാണ്. അപ്പോൾ ഓസ്ട്രേലിയയും ഫ്രാൻസ് പോലുള്ള കൺട്രീസിൽ കഴിഞ്ഞിടയിൽ ഈ റീസെന്റ് ഇയേഴ്സിൽ അവർ കഴിഞ്ഞ വർഷങ്ങളിൽ 1-2 വർഷങ്ങളായിട്ട് അവർ ട്രൈ ചെയ്തു ആൻഡ് കറക്റ്റ് ദി ഇംബാലൻസ്, കറക്റ്റ് ചെയ്തു. ഏത് ഇംബാലൻസ് അവർ കറക്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള ഇംബാലൻസ് അവിടെ ബിഗ് ടെക്നോളജി തമ്മിലും ന്യൂസ് ടെക്നിക്കൽ ഫിയർ തമ്മിലും ടെക്നോളജിയും തമ്മിലുള്ള ഇംബാലൻസ് അവിടെയും ഉണ്ടായിരുന്നു. അത് അവർ കറക്റ്റ് ചെയ്തു. ദേ ട്രൈ ആൻഡ് കറക്റ്റഡ്. ടെക്നോളജിക്കൽ കമ്പനിയും ആൻഡ് അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ദേ ട്രൈ ടു കൺട്രോൾ ദ ഡിജിറ്റൽ സ്ഫിയർ. അത് ട്രഡീഷണൽ ജേർണലിസം ഇൻഡസ്ട്രിയെ. അപ്പോൾ അത് വളരെ ഇതായിട്ട് അവർ ശ്രമിച്ചു. ആൻഡ് ദാറ്റ് കൺട്രോൾ ന്യൂസ് ഇൻ ഡിജിറ്റൽ സ്ഫിയർ ടുഡേ ആൻഡ് ദ ട്രഡീഷണൽ ജേർണലിസം, പഴയ കാലത്തെ ജേർണലിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അവയാണ് ശരിക്കും ട്രൈ ടു കീപ് ദ ന്യൂസ് റണ്ണിങ്, വീൽ ഓഫ് ദ ന്യൂസ് റണ്ണിങ്. അല്ലെ ഓക്കെ പോട്ടെ, കാര്യം പയ്യെ അങ്ങ് നടത്തിക്കൊണ്ട് പോവാണ് അല്ലേ, ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോവാണ്, കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോവാണ്. by creating the basis of conversation. അപ്പോൾ ഡിമോക്രസിയിൽ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഈ ഒരു കാര്യം നടക്കണം അല്ലേ.
മര്യാദയ്ക്ക് കാര്യങ്ങൾ എന്താണ് ന്യൂസ് ആൾക്കാരിലോട്ട് എത്തണം, എന്താണ് നടക്കുന്നത് പൊളിറ്റിക്കൽ ആയിക്കോട്ടെ എന്ത് കാര്യത്തെ പറ്റിയുള്ള ന്യൂസ് ആൾക്കാരിലോട്ട് എത്തണം. അപ്പോൾ ന്യൂസ് ഇൻഡസ്ട്രി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ജേർണലിസം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓരോ കൺട്രിയിലും, ഡെമോക്രസിയിൽ എസ്പെഷ്യലി അല്ലേ. അല്ലാതെ ചില നേഷണൽ അതോറിറ്റേറ്റീവ് നേഷനിലെ പോലെ ന്യൂസ് പിടിച്ചു വെക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ പാടില്ല, ബിക്കോസ് വി ആർ ഇൻ എ ഡെമോക്രസി അല്ലേ. അതുകൊണ്ട് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺ ദി ബേസിസ് ഓഫ് ദ കംപ്ലയിന്റ് ബൈ ഇന്ത്യസ് ഡിജിറ്റൽ ന്യൂസ് പബ്ലിഷേഴ്സ് അസോസിയേഷനുകാർ പറഞ്ഞു പറ്റില്ല, ഈ പരിപാടി ഇങ്ങനെ പോയി പറ്റില്ല, വി ഹാവ് ടു റൈസ് എ കംപ്ലയിന്റ്. അങ്ങനെ അവരുടെ കംപ്ലയിന്റ് അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ ഗൂഗിൾ ചെയ്തത്? ഗൂഗിൾ നോട്ട് ഓൺലി ഡോമിനേറ്റ്സ് എ മാർക്കറ്റ്, വെറുതെ ഡോമിനേറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതായത് നമ്മുടെ മാർക്കറ്റിന്റെ മേലെ അവർ അതിപ്രസരം ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത് ഫോർ ദ ഇൻഫർമേഷനെതിരെ അവർ ഇൻഫർമേഷൻ തരണമെങ്കിൽ ഉള്ള ഡോമിനൻസ് മാത്രമല്ല, ദ അബ്യൂസസ്, ദ മിസ്യൂസസ് ദ ഡോമിനൻസ്, അവർക്കുള്ള അധികാരം അവർ മിസ്യൂസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നത്. ഇറ്റ് ഡസ് സോ ദ അസോസിയേഷൻ ഹാസ് അലജ്ഡ് by എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? by not providing a fair share of the advertising monies and by not providing adequate information. എങ്ങനെ ചെയ്യുന്നത്? by not providing adequate information, ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ എല്ലാവരോട്ടും എത്തിക്കുന്നില്ല. ആൻഡ് ഫെയർ ഷെയർ ഓഫ് മണി, അവർക്ക് ഫിനാൻഷ്യൽ മണി കൊടുക്കുന്നില്ല, ഫിനാൻഷ്യൽ ഷെയർ കൊടുക്കുന്നില്ല, പ്രോപ്പർ ഷെയർ ഇവർക്കും കിട്ടുന്നത് അത് കൊടുക്കുന്നില്ല. അപ്പൊ മണി എന്നുള്ള വാക്കുണ്ടല്ലോ, മണിയുടെ പ്ലൂറലാണ്, മണി പ്ലൂറലില്ല ഇവിടെ, ബിസിനസ് ടേമിൽ മാത്രം പറയാമേ, ബിസിനസ് ടേമിൽ മാത്രം ഇവർ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അങ്ങനെ ഗ്രാമാറ്റിക്കലി മണീസ് എന്ന വാക്ക് തെറ്റാം കേട്ടോ. ഗ്രാമറിൽ നിങ്ങൾ ഒരിക്കലും എഴുതുമ്പോൾ മണീസ് എന്ന് എഴുതി വെക്കരുത് കേട്ടോ. ഗ്രാമറിൽ മണീസ് എന്ന വാക്കില്ല, മണി മാത്രമേ ഉള്ളൂ. മണീസ് എന്ന് പറയുന്നത് തെറ്റാണ്. ബിസിനസ് ഇതിൽ പേർപ്പസിൽ അവർ ഉപയോഗിക്കുന്നതാണ്. ബിസിനസ് ആർട്ടിക്കിൾ അങ്ങനെയുള്ള ഫിനാൻസ് ഇതിൽ കോമേഴ്സ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമാണ്. ബട്ട് ഡോണ്ട് യൂസ് ഇൻ എക്സാം കേട്ടോ, അത് ഞാൻ കൃത്യമായിട്ട് പറയാണ്. ഇറ്റ് ഈസ് ഓൾസോ കംപ്ലൈന്റ് ഞാൻ പറഞ്ഞു നൗൺ ആണ്, കംപ്ലൈന്റ് വേർബ് ആണ്. കണ്ടോ, ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് പെയ്ഡ് ഫോർ ദ ന്യൂസ് സ്നിപ്പെറ്റ്സ് ദാറ്റ് അപ്പിയർ ഇൻ സെർച്ച്. The association's broader point is that the terms of engagement are unilaterally and arbitrarily dictated by the tech platform and there is nothing its members can do about it. The imbalance of power and the denial of fair share of revenue will be questions that the watchdog will be interested in exploring. അപ്പം കാര്യം എന്താ ഇവർ പറയുന്നത്? ഈ ന്യൂസ് ബിറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാം, നമ്മൾ ഗൂഗിൾ തുറക്കുമ്പോൾ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെ, സെർച്ച് എഞ്ചിനിൽ ഇത് നമ്മൾ തുറക്കുമ്പോഴും നമുക്കറിയാം ചെറിയ ചെറിയ ബിറ്റ്സ് ഓഫ് ന്യൂസസ് വരാറുണ്ട് അല്ലെ. സോ ന്യൂസസ് അല്ല, ബിറ്റ്സ് ഓഫ് ന്യൂസ് വരാറുണ്ട് അല്ലെ. അതിന് ഇവർക്ക് എന്ത് കിട്ടുന്നില്ല? ദേ ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ്, അതിനുള്ള പൈസ ഇവർക്ക് കൊടുക്കുന്നില്ല അല്ലെ, അത് അവർക്ക് വരേണ്ടതല്ലേ. സോ അതൊരു കംപ്ലയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. ദേ ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദ ന്യൂസ് സ്നിപ്പെറ്റ്സ്. ഓക്കെ, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സെർച്ചിന്റെ സമയത്ത് അവർക്ക് വരുന്നൊരു പ്രോബ്ലം അതാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. അത് പിന്നെ പറയുന്നുണ്ട് ഈ എൻഗേജ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അസോസിയേഷന്റെ ബ്രോഡർ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ എൻഗേജ്മെന്റ് അവർ യൂണിലാറ്ററലി ആണ് നടക്കുന്നത്. അവർ തന്നെ അവരുടെ തീരുമാനം, അവരുടെ സൗകര്യത്തിന് അവരങ്ങ് തീരുമാനിക്കുകയാണ്. ഇറ്റ്സ് റാൻഡം ആയിട്ട് അങ്ങ് തീരുമാനിക്കുവാണ്. ആൻഡ് സിംഗിൾ ഹാൻഡഡ്ലി അല്ലെ, അവർ സിംഗിൾ ഹാൻഡഡ്ലി വൺ സൈഡഡ് ആണ്. സിംഗിൾ ഹാൻഡിൽ അവരങ്ങ് തീരുമാനിക്കും, നമ്മളങ്ങ് അനുസരിച്ചോണം. സിംഗിൾ ഹാൻഡഡ്ലി ആണ്, റാൻഡംലി ആണ്, എന്ത് തോന്നിയ പോലെയാണ്, ഒരു കൃത്യമായിട്ടൊരു ഓർഡറോ ഒന്നുമില്ല, റാൻഡം ആയിട്ട് അവരങ്ങ് തീരുമാനിക്കും. അത് ഡിക്റ്റേറ്റീവ് ആണ് ചെയ്യുന്നത്, ഡിക്റ്റേറ്റർഷിപ്പ് ആണ് അവരങ്ങ് തീരുമാനിച്ചോളും ബൈ ദ ടെക് പ്ലാറ്റ്ഫോം. ഈ ടെക് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത അതാണെന്നാണ് ഓദർ പറയുന്നത്. ആൻഡ് ദർ ഇസ് നത്തിങ് ദാറ്റ് വി കൻ ഡു അബൌട്ട് ഇറ്റ്. അത് നമുക്കൊരു കാര്യം, നമുക്കവിടെ നമ്മുടെ കൈ, our hands are tied, we don't know what to do and we can't do anything. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഇംബാലൻസ് ഓഫ് പവർ ആൻഡ് ഫെയർ ഷെയർ. അപ്പൊ രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്കിവിടെ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഇംബാലൻസ് ഓഫ് പവർ ഇംബാലൻസ് ഇല്ല, പവർ ബാലൻസ് ഇല്ല, ആൻഡ് ഡിനയൽ ഓഫ് എ ഫെയർ ഷെയർ ഓഫ് റവന്യൂ. ഇത് രണ്ടുമാണ് വാച്ച് ഡോഗ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ് അപ്പോൾ നമ്മുടെ വാച്ച് ഡോഗ് അറിയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് പറയുന്നത്. ഓക്കെ, ലെറ്റ് സി. ഓക്കെ, നോക്കാം. What was recognized by lawmakers in Australia? For instance, when they last year came up with a law that sought to level the playing field between big tech platforms and the news publishers is a condition that is true around the world. In India too, the power imbalance exists and has only gotten worse in recent years. The news media industry, which invests in journalists, has struggled to stay afloat while the big tech platforms have become more and more powerful. But the Australia case is one of the rare interventions by the government in publisher-platform relationships. The current, നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നൊന്ന് പറയുന്നു. ഇനി പറയാൻ പോകുന്നത് എന്താണ് ഓസ്ട്രേലിയയിൽ ചെയ്ത് എന്ന് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയന്റെ പാഠം നമുക്ക് നോക്കാം. അപ്പോൾ ഓസ്ട്രേലിയക്കാരിലെ ലോ മേക്കേഴ്സ് റെക്കഗ്നൈസ് ചെയ്ത കാര്യം ഇതാണ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം അവർ കം അപ്പ് വിത്ത് എ ലോ, അവരൊരു പുതിയ ലോ ആയിട്ട് വന്നു. ദേ കെയിം അപ്പ് വിത്ത് എ ലോ കേട്ടോ, അവരൊരു പുതിയ ലോ കൊണ്ടുവന്നു ഫോർ ദ പബ്ലിക് സേക്ക്, പീപ്പിളിന് വേണ്ടിയിട്ട് ഒരു ലോ കൊണ്ടുവന്നു. ടു ലെവൽ ദ പ്ലേയിങ് ഫീൽഡ്,
എല്ലാവർക്കും ഈക്വലായ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ട്. ഇറ്റ് മസ്റ്റ് ബി ഫെയർ ഫോർ എവ്രി വൺ, അല്ലെ? കോമ്പറ്റീഷൻ ഫെയർ ആക്കണം, എല്ലാവർക്കും ഈക്വൽ ആണ്. ഫെയർ ആക്കണം ബിറ്റ്വീൻ ദ ബിഗ് ടെക് പ്ലാറ്റ്ഫോംസ് ആൻഡ് ന്യൂസ് പബ്ലിഷേഴ്സ്. ന്യൂസ് പബ്ലിഷേഴ്സിനും ഒരുപോലെ കിട്ടണം, അതുപോലെ ബിഗ് ടെക് പ്ലാറ്റ്ഫോംസിനെ സംതൃപ്തിപ്പെടുത്തണം. അപ്പോൾ US പണക്കുന്നില്ല, അതേസമയം ഞങ്ങളുടെ ഓസ്ട്രേലിയയിലെ ന്യൂസ് പബ്ലിഷേഴ്സിനെ ഞങ്ങൾ പണക്കുന്നില്ല. കാര്യം അത് വേൾഡ് മൊത്തത്തിൽ നമുക്കറിയാം ഇറ്റ്സ് എ ട്രൂ കണ്ടീഷൻ. അത് നന്നായിട്ട് വന്നതാണ്, അതാണ് വേണ്ടത്. ഇന്ത്യയിലും ഇപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ഇംബാലൻസ് എക്സിസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല, കുറച്ച് വർഷങ്ങളായിട്ട് ഇത് വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ് എന്ന് പറയാണ്. അപ്പോൾ ഇത് വളരെ മോശമായിക്കൊണ്ടിരിക്കണം, മോശമായി ഓൾറെഡി. അപ്പോൾ ന്യൂസ് മീഡിയ ഇൻഡസ്ട്രി, ന്യൂസ് ഞാൻ പറഞ്ഞ സിംഗുലർ ആണ് ഓർത്തോളൂ, ന്യൂസ് വാർത്ത, ന്യൂസ് മീഡിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റേഴ്സ്, നമ്മൾ ഒരു ന്യൂസ് മീഡിയ ഇൻഡസ്ട്രിയിൽ ജേർണലിസ്റ്റുകൾ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പോൾ അവരൊന്ന് ഡെറ്റൊക്കെ നടത്തി ഒന്ന് മാനേജ് ചെയ്ത് പോകുന്നുള്ളൂ. സ്ട്രഗിൾഡ് എ ലോട്ട് ടു സ്റ്റേ അഫ്ലോട്ട്, അല്ലേ? ഈ ടെക് ഇൻഡസ്ട്രിക്കാരുമായിട്ട് ഒന്ന് പിടിച്ച് ഒന്ന് ഇത് പോകണ്ടേ, ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ they're trying hard. കാരണം ഈ ടെക് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകിച്ച് they are becoming more and more powerful. ഗൂഗിളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണല്ലോ, വേൾഡിൽ തന്നെ ഏറ്റവും പവർഫുൾ ഉള്ള സെർച്ച് എഞ്ചിനാണ്. സോ വി നോ ഗൂഗിൾ. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് പിടിച്ചു പോകാൻ വേണ്ടി കഷ്ടപ്പെടാണ്. they're staying afloat, അതാണ് പറയുന്നത്. ബട്ട് ഓസ്ട്രേലിയയിലെ കേസ് ഒരു റെയർ ഇന്റർവെൻഷൻ ആയിരുന്നു ബൈ ദി ഗവൺമെന്റ് ഇൻ പബ്ലിഷർ പ്ലാറ്റ്ഫോം റിലേഷൻഷിപ്പ്. അത് ശരിക്കും എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ല, ഓസ്ട്രേലിയയിൽ പക്ഷേ ഒരു റെയർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. The current investigation in India is more a case of publishers finding an appropriate existing forum in search of relief. The sustainability of journalism in the digital era has far-reaching implications, especially in a democracy. It has been quite evident in recent years that the industry has ended up sacrificing quality in its quest for more eyeballs and nuance in the quest for more emotional engagement. The cost of not being able to get a fair value of journalistic effort can never be overemphasized enough. അപ്പോൾ നമുക്കറിയാം കുറച്ച് വർഷങ്ങളായിട്ട്, അപ്പം ഇന്ത്യയിലെ ഇൻവെസ്റ്റിഗേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ കേസ്, ഇന്ത്യയിലെ കേസ് എന്ന് പറയുന്നത് കേസ് ഓഫ് പബ്ലിഷേഴ്സ് ഫൈൻഡിങ്. പബ്ലിഷേഴ്സിന് അറിയണം ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു എക്സിസ്റ്റിംഗ് ഫോറം വേണം, ഒരു മീറ്റിംഗ് വേണം. ഫോറം എന്ന് പറഞ്ഞാൽ മീറ്റിംഗ്, അല്ലേ? ഇൻ സെർച്ച് ഓഫ് റിലീഫ്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വേണം നമുക്ക്. വി നീഡ് ആൻ എക്സിസ്റ്റിംഗ് മീറ്റിംഗ്, അതിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്, ഫോർ എ മീറ്റിംഗ്. കാരണം ഇതൊന്ന് ബാലൻസ് ചെയ്ത് പോകണ്ടില്ല, പരിപാടി ശരിയാവില്ല. അപ്പോൾ സസ്റ്റൈനബിലിറ്റി നമുക്കറിയാം, വരാൻ പോകുന്നവർക്കും ഉള്ളവർക്കും എല്ലാവർക്കും ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം. ദാറ്റ് ഇസ് സസ്റ്റൈനബിലിറ്റി, അല്ലേ? ജേർണലിസ്റ്റിലും സസ്റ്റൈനബിലിറ്റി വേണം ഡിജിറ്റൽ എററിൽ. അതിന് ഫാർ റീച്ചിങ് ഇംപ്ലിക്കേഷൻ ഉണ്ട്, ഒരുപാട് വൈഡ് സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. അതും എസ്പെഷ്യലി ഈ ഡെമോക്രസി പോലെ ഒരു അടുത്ത് ജേർണലിസത്തിന്റെ സസ്റ്റൈനബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിജിറ്റൽ എറയിൽ, അല്ലേ? അത് നമുക്കറിയാം. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കറിയാം എന്തോരമാണ് ന്യൂസിന്റെ ഒരു പ്രസക്തി, എന്തോരം ഷെയർ ചെയ്യപ്പെടുന്നു എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നമുക്കറിയാം വളരെ ക്വയറ്റ് ആയിട്ട് എവിഡന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നല്ല എവിഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? ക്വാളിറ്റി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഇൻഡസ്ട്രിയിലാണ്? ന്യൂസ് ഇൻഡസ്ട്രിയിൽ. എന്താ കാര്യം? ദേ ട്രൈങ് ഫോർ മോർ ഐബോൾസ്, മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. ദേ സെൻസിറ്റൈസിങ് ദ ന്യൂസ്, അല്ലേ? അതുപോലെ തന്നെ വേരിയേഷൻസ് ഉണ്ടാക്കുവാണ് ഫോർ ദ ക്വസ്റ്റ് ഓഫ് മോർ ഇമോഷണൽ എൻഗേജ്മെന്റ്. കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് മറ്റുള്ളവരെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഫെയർ വാല്യൂ ഈ ജേർണലിസ്റ്റിക് എഫേർട്ടിന് കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് കൻ നോട്ട് ബി ഓവർ എംഫസൈസ്ഡ് എനഫ്. ഇനിയും എംഫസൈസ് ചെയ്യാൻ പറ്റില്ല ഇത് കൂടുതൽ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇറ്റ്സ് ആൻ ആർഗ്യുമെന്റേറ്റീവ് പീസ് ഓഫ് റൈറ്റിംഗ് ആർട്ടിക്കിൾ. അപ്പോൾ ഒരു ആർഗ്യുമെന്റേറ്റീവ്, സോറി ഇറ്റ്സ് നോട്ട് ആർഗ്യുമെന്റ്, ഇറ്റ്സ് ആർഗ്യുമെന്റേറ്റീവ് എന്ന് നമുക്ക് പറയാം, അല്ലേ? ഒരു ആർഗ്യുമെന്റേറ്റീവ് ആണ്, അല്ലേ? എന്നിട്ട് സജസ്റ്റീവ് ആണ് നമുക്ക് പറയാം. ഇറ്റ്സ് ആർഗ്യുമെന്റേറ്റീവ്. അനലിറ്റിക്കലും ആണ്, അനലൈസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ആർഗ്യുമെന്റേറ്റീവ്. കാരണം അവരൊരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുകയാണ്. ടെക് ഇൻഡസ്ട്രീനേക്കാളും കൂടുതൽ നമുക്ക് വേണം, അതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്കാണ് സൈഡ് കുറച്ചുകൂടി മുൻതൂക്കം കൂടുതൽ. അപ്പോൾ ഇവിടെ യു ക്യാൻ സേ ഇറ്റ്സ് ആൻ ആർഗ്യുമെന്റ് ഫോർ ദ ന്യൂസ് ഇൻഡസ്ട്രി. അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഇറ്റ് ദ ടോൺ. ഓക്കെ, ഐ ഗെസ് ദാറ്റ് ഈസ് ക്ലിയർ ടു യു. ക്ലിയർ ആയെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടെ ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. നമുക്ക് വേഗം വൈൻഡപ്പ് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇന്നലത്തെ സ്പോട്ട് ദ ക്വസ്റ്റ്യനിലോട്ട് പോട്ടോ. ഓക്കെ ആണോ? സുവർണ, ഞാൻ നോക്കിയില്ല 2 ദിവസമായിട്ട്. ഇന്നലെ ഞാൻ ആ PDF ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. ഞാൻ 2 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ടെലഗ്രാം നോക്കുക. ഐ എം റിയലി ബിസി കേട്ടോ. ഞാൻ നോക്കാം.
ഒരു ദിവസം അയച്ചാൽ അപ്പം തന്നെ ചെക്ക് ചെയ്ത് തരില്ല കേട്ടോ. ഇഫ് യു തിങ്കിങ് അബൌട്ട് ദാറ്റ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെയല്ല നടക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഒരാൾ എനിക്ക് എസ് അയച്ചു തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് കറക്റ്റ് ചെയ്യും. പക്ഷേ കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു സമയം എടുക്കും, കുറച്ച് സമയം എടുക്കും. ഐ വിൽ ടേക്ക് സം ടൈം. ഓക്കെ, ഇറ്റ് ടേക്ക് സം ടൈം, വെയിറ്റ്. ഓക്കെ, മൂവിങ് ഓൺ. സ്പോട്ട് ദ ക്വസ്റ്റൻ ഇന്നലത്തെ. നോ സ്റ്റേറ്റ് ഇസ് സ്പെയർഡ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ഹാർഡ്ലി സം പാർട്ടി എസ്കേപ്സ് ഡിഫ്ലക്ഷൻ. നോക്കാം, ഹാർഡ്ലി എന്നുള്ളത് ഞാൻ തരാം. ചിഞ്ചു ഇന്നിപ്പോൾ ഒന്നും തരാനില്ല, നമ്മൾ തരാം, ഇടയ്ക്കിടയ്ക്ക് തരാം. എല്ലാ ദിവസവും തരില്ല, ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ തരാം കേട്ടോ. ഓക്കെ, സോ അപ്പൊ നോക്കിക്കേ, ഇത് എവിടെയാണ് ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞേ? ഏതാണ് എറർ എന്ന് പറയും? എവിടെയാണ് എറർ വരുന്നത് പറഞ്ഞു? നോ സ്റ്റേറ്റ് ഇസ് സ്പാർഡ് ഔട്ട് ഓഫ് സ്പാർഡ് ഓഫ് ദിസ് ആക്ട് and hardly some party escapes defections. ആൻസർ പോരട്ടെ, ആൻസർ പോരട്ടെ. എത്ര പേർക്ക് ആൻസർ കിട്ടി? നോക്ക, സം ഒരിക്കലും, സമ്മിന്റെ എനിയുടെ ഡിഫറൻസ് പറഞ്ഞുതരാം. സം ഒരിക്കലും നമ്മൾ എന്തിന്റെ കൂടെ ഇട്ട് കൊടുക്കില്ല, നെഗറ്റീവിന്റെ കൂടെ ഇടുന്നത്. സം ഒരു പോസിറ്റീവ് സെൻസിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മനസ്സിലായോ? സം നെഗറ്റീവിന്റെ കൂടെ ഉപയോഗിക്കില്ല. എനി പക്ഷെ നമ്മൾ നെഗറ്റീവിന്റെ കൂടെ ഉപയോഗിക്കാറ്. നെഗറ്റീവ് സെൻസിൽ നമുക്ക് ഉപയോഗിക്കാം. നെഗറ്റീവ് സെൻസിൽ എനി നമുക്ക് ഉപയോഗിക്കാം. എനി പാർട്ടി, ഏതെങ്കിലും ഒരു പാർട്ടി. സം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത കൊണ്ട് സം കൗണ്ടബിളിന്റെ കൂടെ അൺകൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കാം. അൺകൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കുവാണെങ്കിൽ സം എപ്പോഴും എന്തായിരിക്കും? പ്ലൂറൽ, കുറച്ച് പാർട്ടീസ് എന്ന് പറഞ്ഞായിരുന്നു. സം പാർട്ടീസ് എന്ന് പറഞ്ഞായിരുന്നു. ഹാർഡ്ലി നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഹാർഡ്ലിയുടെ കൂടെ ഉപയോഗിക്കുമ്പോൾ സമ്മ് വരാൻ പാടില്ല, എനിയെ വരാൻ പാടുള്ളൂ കേട്ടോ. സമ്മ് വരില്ല, എനിയെ വരാൻ പാടുള്ളൂ. സമ്മ് വന്നാൽ അതിൻ്റെ കൂടെ പ്ലൂറിൽ വരണം. കൗണ്ടബിൾ ആണ്, പാർട്ടി കൗണ്ടബിൾ ആണല്ലോ, പാർട്ടീസ് വരണ്ടേ, അതുകൂടെ ഉണ്ട്. സം പാർട്ടീസ് വരണം ശരത്തെ. ഇപ്പൊ സം പാർട്ടീസ്, അതാണ് ഞാൻ പറഞ്ഞത്. സമ്മിന്റെ കൂടെ എന്ത് വരണം? കൗണ്ടബിൾ ആണെങ്കിൽ എന്ത് കൊടുക്കും? കൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ കൗണ്ടബിളും വരാം, അൺകൗണ്ടബിളും വരാം അല്ലേ? അൺകൗണ്ടബിളും വരാം, കൗണ്ടബിളും വരാം. പക്ഷെ അൺകൗണ്ടബിൾ വരുവാണെങ്കിൽ നമുക്ക് പ്ലൂറിൽ ഇല്ലല്ലോ അതിന്. പക്ഷേ കൗണ്ടബിൾ ആണെങ്കിൽ അതിൽ പ്ലൂറിലും വരണം അല്ലേ? ഇപ്പൊ ശരത്ത് പറഞ്ഞ പോലെ പാർട്ടീസ് ആക്കുകയാണെങ്കിൽ ഇവിടെ എസ്കേപ്സ് മാറ്റണം, ഹാർഡ്ലിയും മാറ്റേണ്ടി വരും. അത് മാറ്റാൻ പറ്റും, മൊത്തം സ്ട്രക്ചർ മാറിയില്ലേ? മനസ്സിലായോ? അല്ലല്ല, ഇത് രണ്ടാ. ശരത്തെ നോക്കിയേ, നോ സ്റ്റേറ്റ് ഇസ് പാർട്ട് ഔട്ട് ഓഫ് ദിസ് ആക്ട്. ഒരു സ്റ്റേറ്റും ഇതാക്കിയിട്ടില്ല. ഒരു സെന്റ ആൻഡ് അടുത്ത ക്ലോസാ, അടുത്ത ക്ലോസ് സെയിം ക്ലോസിലാണ് ഡബിൾ നെഗറ്റീവ്സ് വരാത്തത്. ഡബിൾ നെഗറ്റീവ് അല്ല. ഹാർഡ്ലി എനി പാർട്ടി എസ്കേപ്സ് റിഫ്ലക്ഷൻ. കണ്ടോ, ഇത് രണ്ടാ. ഇതൊരു ക്ലോസ്, അടുത്തൊരു ക്ലോസ് ആണ്. കത്തിയോ അത്? നോക്കിയേ, സെപ്പറേറ്റ് ക്ലോസുകളാണ്. ഇതൊരു ക്ലോസ്, ആൻഡ് കഴിഞ്ഞിട്ട് അടുത്തതാണ്, ആൻഡ് ഹാർഡ്ലി അടുത്ത ക്ലോസ്. മനസ്സിലായോ? രണ്ടും രണ്ട് ക്ലോസ്, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. രണ്ട് ക്ലോസ് ആണ്. അപ്പോൾ ഒരു ക്ലോസിൽ അടുപ്പിച്ച് ഒരിക്കലും ഡബിൾ നെഗറ്റീവ്സ് വരില്ല. പക്ഷെ രണ്ടാണ്. രണ്ട് കാര്യം രണ്ട് ക്ലോസ് ആൻഡ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞേക്കുവാണ്. അതുകൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, മൂവിംഗ് ടു ടുഡേസ് സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റൻ ഇതാണ്. നാറ്റോ നീഡ്സ് വാൺ Putin against any European adventure and also calm his nerves. NATO needs warn Putin against any European misadventure and also calm his nerves. Okay, appo nokka screenshot edukka and send me your answers in the comment section everyone. Appo ellarum PDF കിട്ടാതെ റെക്കോർഡ് കാണുന്നവർക്കാണെങ്കിലും ഓർക്ക് PDF എന്ത് ചെയ്യണം? നമ്മുടെ ഡൗൺലോഡ് ചെയ്യാനുള്ളത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 1000 വൊക്കാബ്സിന്റെ PDF കിട്ടും. 200+ പേജസ് ഉള്ള PDF നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ ആൻഡ് യുവർ പാർട്ടിസിപ്പേഷൻ. ആൻഡ് റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി ചെയ്യുന്നതിന്റെ PDF ഞാൻ അയച്ചു തരാറുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിന്റെ പേര് കേരള PSC ഷോർട്ട് സെലക്ഷൻ. ഇതാണ് ചാനലിന്റെ ലിങ്ക്. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ. കോമന്റ് സെക്ഷനിൽ ആൻസേഴ്സ് ഇടാൻ മറക്കണ്ട. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ വിൽ ഗിവ് യു ദ റിപ്ലൈ. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമന്റ്. അതുപോലെ തന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ പറയാം, പങ്കുവെക്കാം. അതാണ് ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു ആസ്പിറൻസിലോട്ട് എത്തിക്കാം. ഓക്കെ, എടാ 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഇറ്റ്സ് യൂസർ ഫ്രണ്ട്ലി ആപ്പ്. നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് കിട്ടും, മോക്ക് ടെസ്റ്റുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങളുടെ ഗുണം എന്താണ്? നിങ്ങൾക്ക് പോയിന്റ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് റിഡീം ചെയ്യാം കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിലും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കിട്ടും.
That's an advantage. Okay, that's your benefit that you're going to get. Use it conveniently. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ് ആൻഡ് ഹെൽതി. ശ്രദ്ധയോടെ ഇരിക്കുക and take care. So enjoy the day and bye. See you tomorrow. Bye-bye.